കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിന്നാളിനായി. നിൻവരവിൻ ഭാഗ്യമോർത്താൽ ആനന്ദമെന്താനന്ദം. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണാളനെ. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണാളനെ. എന്നുമേഘേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാൻ. എന്നുമേഘേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാൻ. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർക്കും കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനത്തിന് കർത്താവിന്റെ സ്നേഹവന്ദനം. ഈ 6ാമത്തെ ദിവസവും തിരുവചനവുമായി നിൽക്കാൻ കർത്താവിൽ ചെറിയവനായി എനിക്ക് നൽകിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ ന്യായമായ സംശയങ്ങൾ ചോദിക്കുന്നത് വളരെ നല്ലതാണ്. ഒരാൾ എനിക്കൊരു സംശയം ചോദിച്ച് തന്നിട്ടുണ്ട്, ചില ഡൗട്ട്സ്. ഞാനത് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ എഴുതിയ ആൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയണം. ഇല്ലെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇത് എഴുതിയ ആളുകൾ ഉണ്ടെങ്കിൽ കര ഉയർത്തണം, അല്ലെങ്കിൽ ആ ആളിന്റെ പ്രശംസ പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും പ്രയോജനമുള്ളതാണ് ആ പ്രിയപ്പെട്ട കൊച്ചു ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഹെഡ്സ് സ്റ്റാർട്ടസ് ബോട്ടംലെസ് പിറ്റ്, where is this exact portion of this place? Is it in the center of the earth, crust, mantle, etc.? നല്ലൊരു ചോദ്യമാണ്. ഒരു ക്ലാസ് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതുപോലെ അല്ല, ഇത് ഗ്ലാസ്സാണ്, ഉരുണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ ഭൂമി. ഭൂമിയെ സയൻസ് തിരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഔട്ടർ കോർ, ഇന്നർ കോർ, മാൻഡിൽ. അതാണ് സയൻസിന്റെ ക്ലാസിഫിക്കേഷൻ. ഇത് ഔട്ടർ കോർ. നമ്മൾ ഈ ഇരിക്കുന്നത്, മീറ്റിംഗ് നടത്തുന്ന, നമ്മൾ സ്ഥലമൊക്കെ മേടിക്കുന്ന, ഒരു സെന്റിന് 4-5 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കുന്ന സാധനത്തിന്റെ പേരാണ് ഈ തെങ്ങും കപ്പയൊക്കെ ഇടുന്ന, അതാണ് ഔട്ടർ കോർ. അതിന്റെ അകത്തൊരു ഭാഗമുണ്ട്, അത് മണ്ണല്ല, തിക്ക, അത് ഇന്നർ കോർ. ഏറ്റവും അകത്തുള്ളത് മാൻഡിൽ, അത് കത്തിക്കൊണ്ടിരിക്കുന്ന, അതാണ് സയൻസ്. എന്നാൽ അതിനെ തന്നെ സയൻസ് തിരിച്ചിട്ടുണ്ട് ലിത്തോസ്ഫിയർ. ഇങ്ങനെ താഴോട്ട് ഇപ്പം പറഞ്ഞ ഇങ്ങനെ ലിത്തോസ്ഫിയർ. ഇത് ലിത്തോസ്ഫിയർ. ഇവിടെയാണ് ലോകം നടക്കുന്നത്. ഇവിടുന്ന് 60 കിലോമീറ്റർ താഴെയാണ് അസ്തനോസ്ഫിയർ. അതിനകത്താണ് മെസോസ്ഫിയർ. അതാണ് ഈ മാൻഡിൽ കത്തുന്നത്. ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ, മെസോസ്ഫിയർ. ലിത്തോസ്ഫിയറിൽ ലോകം നടക്കുന്നു. അതിന്റെ താഴെയാണ് എർത്ത് പ്ലേറ്റ്. ഞാൻ കൺവെൻഷൻ പറഞ്ഞ എർത്ത് പ്ലേറ്റ്, ഭൗമപാളി, ഇരുമ്പും നിക്കലും കല്ലും മഗ്നീഷ്യം കൊണ്ട് ദൈവം വെച്ചിരിക്കുന്ന അടിസ്ഥാനം. അതിനടി ഒരു ഭാഗമുണ്ട്, അതാണ് ഹെഡ്സ്. ആ ഹെഡ്സ് എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തൊരു ശൂന്യമായ ഒരു സ്ഥലമാണ്. നാടൻ ഭാഷ പൊള്ള. അവിടെയായിരുന്നു പഴയ നിയമ വിശുദ്ധന്മാർ. അതിന്റെ താഴെ ഒരു ഭാഗമുണ്ട്, അതാണ് ടാർട്ടസ്. അവിടെയാണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്നവർ. ഇന്നലെ ഞാൻ പറഞ്ഞത് അതാണ് ഹെഡ്സ്, ടാർട്ടസ്, ബോട്ടംലെസ് പിറ്റ്. പാതാളം, അഥമ പാതാളം, അഗാധ കൂപം. അപ്പോൾ ക്രിസ്തു പഴയ നിയമകാലത്ത് മരിച്ച ഭക്തന്മാരെല്ലാം പാതാളത്തിൽ പോയി. അതാണ് ആ പൊള്ള. ദൈവത്തെ കൂടാതെ മരിച്ചവരെല്ലാം വീണ്ടും അടിയിലോട്ടാണ് പോകുന്നത്, അഥമ പാതാളം. ബോട്ടംലെസ് പിറ്റ് എന്ന് പറഞ്ഞ ഏറ്റവും അടി. അവിടെ കിടക്കുന്നത്, ഇപ്പോൾ പറയുന്നതായിരുന്നെങ്കിലും പറയാതിരിക്കാനൊക്കെ ഇപ്പൊ ഇത്രയും വന്നപ്പം അവിടെ കിടക്കുന്നത് ലൂസിഫറിന്റെ ഒപ്പം പാപം ചെയ്ത ദൂതന്മാരിൽ ഒരു സംഘത്തെ അവിടെ തളച്ചിട്ടിട്ടുണ്ട്. അതാണ് പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചക്കലയിട്ട് അഗാധ കൂപത്തിലാക്കി. 3 പാർട്സ്: ഹെഡ്സ്, ടാർട്ടസ്, ബോട്ടംലെസ് പിറ്റ്. ഹെഡ്സ് ഒരു കൊള്ള, അവിടെ പഴയ നിയമ ഭക്തന്മാർ. ടാർട്ടസ് അന്നും ഇന്നും ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്ന ആളുകൾ പോകുന്ന സ്ഥലം. അത് ഭയങ്കര യാതനയാണ്. ബോട്ടംലെസ് പിറ്റാണ് അഗാധ കൂപം. അവിടെയാണ് ലൂസിഫറിന്റെ കൂടെ പാപം ചെയ്ത ഒരു പറ്റം ദൂതന്മാരെ ദൈവം
അവിടെ തളച്ചിട്ടിരിക്കുക. അന്ധതമസിന്റെ ചങ്ങല, ചെയിൻ ഓഫ് ഡാർക്ക്നെസ്. അതാണ് പണ്ട് ഫറവോന്റെ നാട്ടിൽ 3 ദിവസം ആ ചങ്ങല ഇട്ടു. 3 ദിവസത്തെ കൂരിരുട്ടുണ്ടായി. ഒരാളും ഒരാളുടെ സ്ഥലം എഴുന്നേറ്റില്ല. എഴുന്നേക്കാൻ പോലും വല്ലാത്തൊരു ആ ഇരുട്ടിന്റെ പേരെന്നറിയാമോ? ഇരുട്ടെന്നല്ല, സ്പർശിക്കത്തക്ക കൂരിരുട്ട്. പുറപ്പാട് പുസ്തകം അതൊരു ചങ്ങലയാണ്, എഴുന്നേക്കാൻ പറ്റില്ല. ഇതാണ് ഈ 3 ഭാഗം. ഇനി ആ കൊച്ചു ചോദിച്ചിരിക്കുന്നത്, കർത്താവ് പാതാളത്തിൽ ചെന്ന് ആരെയെല്ലാം കൊണ്ടുപോയെന്നാ? പാതാളത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ പഴയ നിയമ വിശുദ്ധന്മാരെയും കർത്താവ് കൊണ്ടുപോയി. ഭക്തന്മാർക്ക് വിടുതൽ ദാനങ്ങളെ കൊടുത്തു. ഇതിനായിട്ടല്ലോ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത്. മരിച്ചവരെന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ മരിച്ചവർ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവർക്ക് ക്രിസ്തുവിന്റെ ആത്മാവുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രത്യാശയോടെ മരിച്ചവരാകയാൽ അവരോട് കർത്താവ് ചെയ്തൊരു ഗുഡ് ന്യൂസ് പറഞ്ഞു. നിങ്ങൾ പ്രതീക്ഷിച്ച റിഡംഷൻ ഞാൻ നിവർത്തിച്ചു. ആനപ്പെടാനല്ല പറഞ്ഞത്, ആ റിഡംഷൻ ഞാൻ ഫുൾഫിൽ ചെയ്തു. ഇനി നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ്, നിങ്ങളെ ഇവിടെ ഞാൻ കൊണ്ടുപോകാൻ പോവാ, പ്രൊമോഷൻ. അങ്ങനെ പഴയ നിയമ ഭക്തന്മാർ ഭക്തന്മാരെയും കൊണ്ടാണ് കർത്താവ് പോയത്. അങ്ങനെ പോയപ്പോഴാണ് പർദീസയിൽ പോകുന്നതിന് മുൻപാണ് ആ കള്ളൻ മരിച്ചു, അദ്ദേഹത്തെ കൊണ്ടുപോയി. അടുത്ത ചോദ്യം വെച്ച് ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നതിന് അഭിനന്ദിക്കുന്നു. മറിയ കർത്താവിനെ കണ്ടു. കർത്താവ് പറഞ്ഞു, എന്നെ തൊഴരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. അപ്പൊ ആ കൊച്ചിന്റെ ചോദ്യം കറക്റ്റ്. യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ആ കൊച്ചു അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിസറക്ഷൻ ആൻഡ് അസെൻഷൻ? കറക്റ്റ്. Resurrection means rising from the dead position. Ascension means go up to heaven. ഇതാണ് വ്യത്യാസം. യേശു റിസറക്ട് ചെയ്തു, മരിച്ചവരിൽ നിന്നും ഉയർത്തു. ആഴ്ചവട്ടത്തിൽ നിന്ന നാൾ അതിരാവിലെ മക്തലക്കാരത്തി മറിയ ചെന്ന് കണ്ടു. മറിയക്ക് മനസ്സിലായില്ല. അത് നമ്മളിപ്പോ ചിന്തിക്കും. അത് കഴിഞ്ഞാൽ ഉടനെ കർത്താവ് പറഞ്ഞപ്പോ യഹൂദന്മാരുടെ മര്യാദയും ബഹുമാനം അനുസരിച്ച് പാദം ചുംബിക്കണം. അതിനാ ഓടി ചെന്നത്. ഉടനെ പറഞ്ഞ് എന്നെ ടച്ച് ചെയ്തത്. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. എന്നാൽ അത് കഴിഞ്ഞ ഉടൻ പിതാവിന്റെ അടുക്കൽ പോയി. വായിക്കാം, ആരെങ്കിലും ഒരാൾ വായിക്കണം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 8-ാം വാക്യം. അന്ന് തന്നെ പോയി, അപ്പോൾ തന്നെ പോയി. വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 28-8. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റു. നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. രാവിലെ മഗ്ദലക്കാരത്തി മറി അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ചെന്നിട്ട് കർത്താവ് പറഞ്ഞു, എന്നെ തൊടരുത്. അന്ന് വൈകിട്ട് ശിഷ്യന്മാർ കണ്ടു. ശിഷ്യന്മാർ ബഹുമാന സൂചകമായി കാലിൽ നമസ്കരിച്ചു. കർത്താവ് ഒരു തടസ്സവും പറഞ്ഞില്ല. കർത്താവ് സ്വർഗത്തിൽ പോയിരുന്നു. ഇതാണ് ഉത്തരം. കർത്താവ് നിങ്ങളെ ഇങ്ങനെയുള്ള ന്യായമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ കർത്താവിന്റെ കൃപയാൽ അതിന്റെ ഉത്തരം എനിക്ക് കഴിവില്ലെങ്കിലും കർത്താവ് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം ഞാൻ പറയാം. ന്യായമായ ചോദ്യം ചോദിക്കാവോ? ഞാൻ നേരത്തെ പറഞ്ഞാൽ നോയുടെ അളിയൻ ആരാന്ന് എന്നോട് ചോദിക്കരുത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാനൊരു കാര്യം പറയണം വിചാരിച്ചു. ഇന്ന് സമയാൽപ്പം പോയോണ്ട് ഇനി ചിന്തിക്കാം, 1000 ആണ്ടിൽ ഈ ഭൂമിയിൽ ആരെല്ലാം കാണും എന്നൊരു സഹോദരി ചിന്തിച്ചു പറയാൻ വന്നതാണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ അത് പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിലേക്ക് കയറി പറയും, തീർച്ചയായിട്ടും പറയും. 4 വിധത്തിലുള്ള ആളുകൾ 1000 ആണ്ട് വാഴ്ചയിൽ കാണും. 2 സെറ്റ് ഇമ്മോർട്ടൽ ബോഡി, 2 സെറ്റ് മോർട്ടൽ ബോഡി ആയിരിക്കും. നമുക്ക് വീണ്ടും ചിന്തിക്കാം. ഇപ്പോൾ നമ്മളെ വളരെ വേഗം ആ യഹൂദന്റെ ആ 70 ആഴ്ചവട്ടത്തിന്റെ കാര്യങ്ങൾ 3-4 മിനിറ്റ് പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് കയറാൻ പോവുക. സ്തോത്രം. യഹൂദന്റെ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതിൽ 483 വർഷമായ 69 ആഴ്ചവട്ടം AD ഏപ്രിൽ 2 നമ്മുടെ കർത്താവ് കഴുതമേൽ കയറി രാജാവായി യെരൂശലേം നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ തികഞ്ഞു. ഇനി 7 വർഷങ്ങൾ തികയാനുണ്ട്. അതിനൊരു ബ്രാക്കറ്റ് കാലം. ഇന്ന് യഹൂദനോട് കർത്താവ് നേരിട്ട് ഇടപെടുന്നില്ല. റോമർ 11:7-8 ഒക്കെ വായിച്ചാൽ കാണാം. ദൈവം അവർക്ക് കാണാത്ത കണ്ണ്, കേൾക്കാത്ത ചെവി, ആത്മീയ ഉറക്കം. അത് വലിയ രസമാണ്. നിങ്ങൾ യെരൂശലേമിൽ പോയാൽ അല്ലെ പലസ്തീനിൽ പോയാൽ ആർക്കും ഒരു ടൂറിസ്റ്റിനും തന്നെ നടക്കാൻ അനുവാദമില്ല. അവർ ഗൈഡ്സിനെ തരുമോ? ഗൈഡ്സാ കൊണ്ട് നടക്കുന്നത്. അധികം ഗൈഡ്സും പെൺപിള്ളേരാ, ബെസ്റ്റ് ഇംഗ്ലീഷ് അറിയാവുന്നവരാ,
അവർ പഠിച്ചു വെച്ചിരിക്കുന്ന ഗൈഡിങ്ങിനകത്ത് അവരെ എന്താ അറിയാവോ, ഏറ്റവും അധികം ടൂറിസം ചെല്ലുന്നത് ക്രിസ്ത്യൻസാ. 3 മതങ്ങളുടെ സംഗമ ഭൂമിയാണ് പലസ്തീൻ. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന 3 മതം ലോകത്തിലുണ്ട്. ആ 3 മതങ്ങളുടെയും പുണ്യഭൂമിയാണ് പലസ്തീൻ. ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് അറബികൾ, അവർക്കതൊരു പുണ്യഭൂമിയാണ്. മുഹമ്മദ് നബി അവിടെ നിന്ന് പോയി എന്നാണ് അവർ വിശ്വസിക്കുന്നു. അവിടെ പോയതായി വിശ്വസിക്കുന്നത് ജെറുസലേമിൽ, അവരുടെ ഹോമറുടെ ദേവാലയം. അടുത്തത് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് യഹൂദന്മാർ, അവരുടെ എല്ലാ മത. അടുത്തത് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാ ക്രിസ്ത്യൻസ്. ക്രിസ്ത്യാനികളുടെ ദൈവമായ കർത്താവായ യേശുവിന്റെ ജനന മരണ പുനരുദ്ധാനം സ്വർഗാരോഹണം പലസ്തീനിൽ. അതുകൊണ്ട് ഏറ്റവും ക്രൈസ്തവരാണ് അവിടെ ചെല്ലുന്നത്. ക്രൈസ്തവ ഭാഷയിൽ പലസ്തീൻ എന്നല്ല പറയുന്നത്, ഹോളി ലാൻഡ്. അതുകൊണ്ട് ആ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാനം ടൂറിസം. അതുകൊണ്ട് ടൂറിസ്റ്റ് പഠിച്ച കുട്ടികളാണ് എല്ലാം. അവർക്ക് അറബിയല്ല, അല്ലെങ്കിൽ അറബി ഭാഷ അവിടെ ഉണ്ട്, എബ്രായ ഭാഷ ഉണ്ട്. ഇവർ പഠിച്ചിരിക്കുന്നത് ഇംഗ്ലീഷാ. നമ്മളാരെങ്കിലും ചെല്ലാമെങ്കിൽ നമ്മളെ അവർ കൊണ്ടു നടന്ന് ത്രില്ലാക്കും. ജീസസിന്റെ ഓരോ കാര്യവും പറഞ്ഞ സ്ഥലം കാണിക്കും, നമ്മൾ കോരിത്തരിക്കും. വേണ്ടി വന്ന സുവിശേഷത്തിൽ ഇങ്ങോട്ട് പറയും, ഈ സ്ഥലത്താണ് ജീസസ് സ്നാനപ്പെട്ടത്. ഈ ഹോളിന്റെ പോലും വീതിയിൽ അത്ര കൊച്ചാറ് പൈപ്പൊക്കെ ഇട്ടിരിക്കുക. അനേകരോടൊപ്പം പിന്നെ മുങ്ങും ആ സന്തോഷം കൊണ്ട്. ഇപ്പോഴും കൊണ്ട കൽഭരണി 4 കാനാവിലെ കല്യാണത്തിന് യേശു വെള്ളം വീഞ്ഞാക്കിയ കൽഭരണി കാണിക്കും. നമ്മൾ ത്രില്ലാവും, ഇങ്ങനെ ഓരോന്നും കാണിക്കും. ഒടുവിൽ കാൽവരിയിലേക്ക് നമുക്ക് പ്രവേശനമില്ല. വെളിയിൽ നിർത്തി പറയും, ഇവിടെയാണ് ജീസസിനെ ക്രൂശിച്ചത്. ഓർത്താളം പറയുന്നത് യഹൂദന്മാരില്ല, യഹൂദന്മാരാ കർത്താവായ യേശു വിശ്വസിക്കാത്തവരാ. ഒടുവിൽ നമ്മളെ വലിയ മലയെ കൊണ്ടുപോയി പറയും, ഇവിടുന്നാണ് കർത്താവ് മേലോട്ട് പോയത്. എന്നിട്ടൊരു വാക്യം കൂടെ പറയും, ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശുവിനെ നിങ്ങൾ പോയതുപോലെ കാണും. ബന്ധുക്കോസുകാർ സ്വത്രം എന്ന് പറയും, അല്ലാത്തൊരു കുരിശു വരയ്ക്കും. നമ്മളൊക്കെ ത്രില്ലാവും. അവർക്ക് ഇതിനകത്തൊരു വിശ്വാസവും ഇല്ല, അവർക്ക് വൈകിപ്പഴക്കും. അതാണ് കാണാത്ത കണ്ണ്, കേൾക്കാത്ത ചെവി, ആത്മീയ ഉറക്കം. എന്തുകൊണ്ട്? എന്നെ നിങ്ങളെ നേടാൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഇല്ലേ? അതാണ് റോമർ 11:25. ജാതികളുടെ സംഖ്യ തികയോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം. പൂർണ്ണമായിട്ടല്ല, അംശമായി. അവരിലുണ്ട് ദൈവമക്കൾ. അതിൽ 1 തരം ദിവസക്കാരുണ്ട്, വളരെ കുറച്ചാണെന്നേ ഉള്ളൂ. എന്നാൽ റോമർ 11:15 പറയുന്നു, അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പ്. റോമർ 11:15 വായിച്ചേ. റോമൻ 11:15. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി. അവരെ ദൈവം തമ്പുരാൻ വിട്ടിട്ട് അവരോട് ഇടപെടാതെ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് നമ്മളെ അങ്ങോട്ട് ഒട്ടിച്ചെങ്കിൽ ലോകത്തിന്റെ നിരപ്പിനെ ഹേതുവായി. എങ്കിൽ അടുത്തത് അവരെ റെക്കഗ്നൈസ് ചെയ്താൽ മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താ അതിന്റെ അർത്ഥം അറിയാവോ? കർത്താവ് അവരോട് ഇടപെടാൻ തുടങ്ങണമെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കണം. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കണമെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വരവേ. അങ്ങനെ അത് കഴിഞ്ഞൊരു 7 വർഷം പഴയത് ബാലൻസ് കിടപ്പുണ്ട്. ആ 7 വർഷം അവരോട് ഡീൽ ചെയ്ത് അവർക്ക് കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. സക്കറിയാവ് 12:10 വായിച്ചേ. നമ്മൾ വീണ്ടും അർമ്മഗദോൻ യുദ്ധത്തിൽ ചിന്തിക്കും, എങ്കിലും വായിച്ചേ. സക്കറിയാവ് 12:10. ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. അടുത്ത വാക്യം, തങ്ങൾ കുത്തിയമ്പിലേക്ക് നോക്കും. അങ്ങനെ 7 വർഷം അതിനുള്ളതാ. അതാണ് 70 ആഴ്ചവട്ടം. 69 ആഴ്ചവട്ടം തീർന്നു. ആ 70-ാം ആഴ്ചവട്ടം തുടങ്ങാൻ പോവുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാറിയിരിക്കണം. അതാണ് ഈ റാപ്ചർ എന്ന് പറയുന്ന വലിയ സംഭവം. നമ്മൾ കാണാൻ പോവുകയല്ല, നമ്മൾ അനുഭവിക്കാൻ പോവുക. അതെന്താന്ന് ചിന്തിക്കാൻ പോവുക. അതിനെ മറ്റേ പുള്ളി ഒന്ന് ഓടിച്ചു വിട്ടേ. ആരൊക്കെ എടുക്കപ്പെടും? കൃപയിൽ നിൽക്കാത്തതൊന്നും എടുക്കപ്പെടത്തില്ല. ഞാനൊരിക്കലും ഒരു മീറ്റിങ്ങിന് പോയി, നടന്നു പോവുക. ഞായറാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് നടന്ന്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടന്ന് കിഴക്കോട്ടിറങ്ങിയാൽ ഒരല്പം അങ്ങോട്ട് ഒരു ബസ് ഉള്ളത് കയറി പോവാം. എനിക്ക് പരിചയമുള്ള ഒരാളാ, ക്രിസ്ത്യാനിയാ, പേരും പറയാം, ജോർജ്. നേരം ഞാൻ 8:30 മണി അയാൾ പോവുക. ജോർജ് കിടക്കുന്ന അദ്ദേഹത്തിന്റെ തന്നെ വീടിന്റെ വാതിൽക്കത്ത് ഓടെ കിടപ്പുണ്ട്. രാത്രി കള്ളടിച്ചതാ. നേരം 8 മണിയായിട്ടും അകത്ത് കെട്ടിലും ആര്യ ഉപേക്ഷിച്ചിട്ട് കിടക്കട്ടുന്നുണ്ട്. ആ ജോർജിന്റെ പട്ടി അടുത്ത് പോലീസുകാർ നിൽക്കുന്നു. ജോർജിന് കാവല്. ഞായറാഴ്ച രാവിലെ വെള്ളിയിൽ പോകേണ്ട ജോർജ് കള്ളു പഠിച്ച് കാനെ കിടക്കുക.
ഞാൻ പോയി പൊങ്ങനാളൊരു സ്ഥലത്ത് അപ്പുറത്ത് 2 മീറ്റിംഗും എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ സന്ധ്യയായി. ഞാൻ തിരിച്ചു വന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി വീട്ടിലോട്ട് പോകുമ്പോൾ ഈ ജോർജിന്റെ വീടിന്റെ വാതിൽ വന്നപ്പോൾ എനിക്ക് ചിന്ത വന്ന്, രാവിലെ ഓടെ കിടന്നല്ലോ ജോർജ്. ഞാൻ നോക്കി ഓടെ ജോർജ് ഇല്ല. നോക്കിയപ്പോ വീട്ടിലോട്ട് നോക്കുമ്പോൾ കാണാം ജോർജ് TV സ്റ്റാൻഡിലോട്ട് ചാരി ഇരുന്ന് 2 കാലും നീട്ടി കൈയടിച്ച് ഒരു പാട്ടൻ, നിൻവരവിൽ മുന്നണിയായി നിന്നിടുവേ ഞാൻ. രാവിലെ കിടന്ന എവിടാ? ഓടെ. വൈകിട്ട് പാടിയത്, നിൻവരവിൽ മുന്നണിയായി ഞാൻ നടക്കത്തില്ല. 10 യോഗ്യതയുണ്ടെങ്കിലേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടത്തുള്ളൂ. 1 വീണ്ടും ജനിക്കണം. മസ്റ്റ് ബി ബോൺ അഗെയിൻ. അത് പാരമ്പര്യത്തിലൊക്കത്തില്ല. വീണ്ടും ജനിച്ച അപ്പന്റെ മകൻ ആ കെയർ ഓഫിൽ പോകത്തില്ല. മകനും വീണ്ടും ജനിക്കണം. അപ്പൻ പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞ മകനായി യൂണിഫോം ഇട്ടുകൊണ്ട് വന്നാൽ തല്ലൂർ. അദ്ദേഹം പഠിച്ചാൽ പോലീസ് ഓഫീസർ ആകാം. അപ്പൻ ഡോക്ടറാണെന്ന് പറഞ്ഞ മകൻ ടെലസ്കോപ്പ് ഇട്ടുകൊണ്ടിരുന്നാലോ നടക്കത്തില്ല. അപ്പൊ അപ്പം ബന്ധുക്കാരനായോണ്ട് മകൻ ആയില്ല, അവനും വീണ്ടും ജനിക്കണം. ഞാൻ പാസ്റ്ററായി ഉണ്ടാക്കിയപ്പോൾ എന്റെ മകനും പോകത്തില്ല, മകളും പോകത്തില്ല, ആരും പോകത്തില്ല. വീണ്ടും ജനിക്കണം. അത് വലിയൊരു മർമ്മമാണ് ദൈവ മക്കളെ. നമ്മളതിന്റെ ആശയത്തിന്റെ ആഴം മനസ്സിലാക്കണം. ആരെങ്കിലും വീണ്ടും ജനിക്കാത്തവരുണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിച്ചോണം. യേശു ദൈവമാ, സകല കാര്യങ്ങളും അറിയാം. ഹി നോസ് എവരിതിങ്. അപ്പോഴാണ് തന്റെ അടുക്കലേക്ക് രാത്രിയില് യഹൂദന്മാരുടെ വേദശാസ്ത്രം പഠിപ്പിക്കുന്ന അഡ്വൈസർ നിക്കോദിമോസ് വന്നു. യേശുവിനറിയാം ഇതാരാന്ന് കർത്താവിനറിയാം. വേദശാസ്ത്രം പഠിപ്പിക്കുന്ന ആളെന്നുള്ള രീതിയിലല്ല യേശു കാണുന്നത്. താൻ മരിച്ച് ക്രൂശിൽ കിടക്കുമ്പോൾ ഒരസ്ഥി പോലും ഒടിയാതെ തന്റെ ശരീരം ഇളക്കണം. ഒരു ചെറുപ്പക്കാരന്റെ ശരീരം 3 ആണി കിടക്കുക. തിരുവചനപ്രകാരം ഒരു അസ്ഥി പോലും ഒടിയാൻ പാടില്ല. ഈ 3 ആണി ഊരിയെടുക്കുമ്പോൾ 2 പേര് ചേർന്ന് എടുക്കുമ്പോൾ ഈ ബോഡി താഴെ വീഴാൻ പാടില്ല. ആ വിധത്തിൽ ഈ ആണി ഇളക്കി എടുക്കണമെങ്കിൽ ചില്ലറ പാടാണോ? തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് 50 കിലോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലെ ഒരു കവറിംഗ് ഇട്ട് അതിനോണ്ട് കവർ ചെയ്ത് എടുത്തോണ്ട് പോയി കല്ലറയിൽ വെക്കുന്നത് 2 പേർ. അതിലൊരാളാണ് ഈ വന്ന് നിൽക്കുന്നത്. ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അറിയാം, എന്റെ ശവം കുരിശിൽ നിന്ന് ഇറക്കി 50 കിലോ വെയിറ്റ് ഉള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നുള്ള കവറിൽ പോലൊരു കവർ ചെയ്ത് കൊണ്ട് കല്ലറയിൽ കൊണ്ടുവച്ചിട്ട് ഒരു വലിയ കല്ലുരുട്ടി ഈ വെക്കുവാനുള്ള ആള് നിൽക്കുക. കർത്താവ് അതൊക്കെ അറിയാം. കർത്താവ് അതൊക്കെ നീ ചെയ്യുവാൻ പ്രതിഫലമുണ്ട്. പക്ഷെങ്കിൽ അവിടെ പറഞ്ഞ നീ വീണ്ടും ജനിക്കണം. You are the advisor of Jews, but if you want to see heaven, you must be born again. 1 വീണ്ടും ജനിക്കണം. 2 വീണ്ടും ജനിച്ചാൽ അതിന്റെ ലൈസൻസ് എടുക്കണം. നിങ്ങൾക്ക് കാറുണ്ടെന്ന് പറഞ്ഞില്ല, ഓടിക്കാനൊക്കത്തില്ല, സ്വന്തമാണെന്ന് പറഞ്ഞ് ലൈസൻസ് എടുക്കണം. വീണ്ടും ജനനത്തിന്റെ ലൈസൻസ് ആണ് വിശ്വാസ സ്നാനം. അതിന്റെ ഔദ്യോഗിക ചിഹ്നമാണ് വിശ്വാസ സ്നാനം. എന്തിനാ? സഭയിൽ ചേരാനല്ല, യേശുവിനോട് ചേരാൻ. റോമർ 6:3. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയാകണം. 2 കൊരിന്ത്യർ 5:17. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അപ്പോൾ പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ പഴയതെല്ലാം പോയി. പഴയ കൾച്ചർ, പഴയ ചിന്താധാര, പഴയ വിശ്വാസം, പഴയ പെരുമാറ്റം, ഈവൻ പഴയ രക്ഷിക്കപ്പെടാത്തവരുമായിട്ടുള്ള ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ എല്ലാം മാറണം. രക്ഷിക്കപ്പെടാത്തവരുമായിട്ടുള്ള ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ മാറണം. 3, 4 ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ അടുത്ത നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കാണാം ഒരു ക്ലെയിം വേണം സ്വർഗത്തിൽ. നമ്മളെ പണ്ടി കിരീശോട് ക്ലെയിം ഉണ്ട്. അതുപോലെ ഒരു ക്ലെയിം വേണം. എന്താ ക്ലെയിം? ക്രിസ്തുവിനുള്ളവർ. 1 കൊരിന്ത്യർ 15:23. ക്രിസ്തുവിനുള്ളവർ. 4, 1 വീണ്ടും ജനിക്കണം. 2 വിശ്വാസ സ്നാനം. 3 പുതിയ സൃഷ്ടി. 4 ക്ലെയിം. 5 ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. സ്തോത്രം. എഫേസ്യർ 4:30. 7 കാര്യങ്ങൾക്ക് പരിശുദ്ധാത്മാവ്. അതിൽ 7ാമത്തെ കാര്യം രൂപാന്തരപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് നമുക്ക് 7 കാര്യങ്ങൾക്കാ. 1 പരിശുദ്ധാത്മാവ് എന്തിനാണ് കേട്ടോണം? 7 കാര്യങ്ങൾക്കാ. 1 ഇതൊരു അഡ്വാൻസാ. പൗലോസ് എഴുതുന്ന എഫെസോസുകാർക്ക് സുപരിചിതമായ ഒരു ബിസിനസ് ഉണ്ട്. അത് കണ്ടോണ്ടാ എഴുതുന്നത്. എഫേസ്യർ 1:13. തന്റെ സ്വന്തം ജനത്തിന്റെ പുകഴ്ചയ്ക്ക് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഒന്ന് വായിച്ചാരെങ്കിലും
തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി ഒരു അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. എന്താണെന്നറിയാമോ? ഇങ്ങനെ ഈ വാക്യം എഴുതുമ്പോൾ ആ എഫെസോസുകാർക്കെല്ലാം അറിയാം അവിടെ നടക്കുന്ന ഏറ്റവും വലിയ ഒരു മാർക്കറ്റ്, 3 മാസത്തിൽ ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിന്റെ പേരാണ് അടിമച്ചന്ത, സ്ലേറ്റ് മാർക്കറ്റ്. പ്രധാനമായിട്ട് നോർത്ത് ആഫ്രിക്കയിൽ നിന്നും ആളുകളെ പിടിച്ച് അവിടെ കൊണ്ടുവരും. അടിമകളെ ലൈനായിട്ട് നിർത്തും. അടിമകളെ ലൈനായിട്ട് നിൽക്കണം. അവരുടെ കാതിന്റെ മേലിൽ ഒരു വെളുത്ത കടുക്കനിട്ടിരിക്കും. അതിന്റെ അർത്ഥം അവൻ അടിമയാണെന്നാ. അവൻ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് താഴോട്ട് നോക്കി നിൽക്കണം. ലൈനായിട്ട് നിൽക്കും. ബയർ വന്നു മേടിക്കാൻ ജോർച്ചായി വന്നു വിചാരിച്ചു. ബയറാ. അദ്ദേഹത്തിന് ഒട്ടകത്തെ നോക്കാനോ വീട്ടു ജോലിക്കോ കൃഷിക്കോ ഏത് കാര്യത്തിനും അടിമ വേണം. അപ്പൊ പുള്ളി നോക്കിക്കഴിഞ്ഞാൽ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോ ഇവിടെ അടിമ നിൽക്കുന്നു. ഇഷ്ടപ്പെട്ടു ആ അടിമയെ. ഉടനെ അതിന്റെ സിമ്പൽ എന്താണെന്നറിയോ? ഈ അടിമയായിട്ട് സംസാരിക്കാൻ നിയമമില്ല. ജോർജാന് അടിമ വേണമെങ്കിൽ എന്ത് ചോദിച്ചാൽ ഈ അടിമയുടെ തോളയിൽ 2 തട്ട് കിട്ടും. ഉടനെ അതിന്റെ ഉടമസ്ഥനപ്പുറത്ത് പൊടിങ്ങി വരും. ഉടമസ്ഥൻ വന്നു കഴിഞ്ഞാൽ ഉടമസ്ഥനപ്പുറത്ത് മോനിക്കോ ആ അടിമ ഇവിടെ നിൽക്കുന്നെന്ന് വിചാരിച്ചു. ഉടനെ ഉടമസ്ഥൻ ഇദ്ദേഹം വന്നു. ഞാനാ ജോർജാനല്ലേ, ഞാൻ പേടിക്കാൻ വന്ന ആളാ. ഇദ്ദേഹം ഉടമസ്ഥനാ. ഇദ്ദേഹത്തിന്റെ കയ്യില് ഒരു വെളുത്ത തൂവാലയുണ്ട്. ഉടമസ്ഥൻ ഇദ്ദേഹം ആ തൂവാല നീക്കും. ഇതിന്റെ കാശ് എത്ര എന്നുള്ള അടിമ അറിയരുത്. അങ്ങനെ ടെക്നിക്ക്. ഈ തൂവാല നീട്ടിയിട്ട് മേടിക്കാൻ വന്ന ജോർജാന്റെ കൈയുടെ മേളിലോട്ടിടും. കൈയുടെ മേളിലിട്ടിട്ട് അദ്ദേഹം ഈ 5 വിരളെ പിടിച്ച് ഞെക്കിയാൽ അതിന്റെ അർത്ഥം 500 രൂപ. ജോർജാനും താല്പര്യമില്ല. ഒരിക്കൽ 400 മതിയെങ്കിൽ അദ്ദേഹത്തിന്റെ ചൂണ്ടുവിരലെ പിടിച്ച് ഞെക്കും. 100 കുറച്ച് കൊടുക്കുവോ? അടിമ ആലോചിച്ച് പറയും തരത്തില്ല, അങ്ങനെ തരാനൊക്കത്തില്ല. പിന്നെ ഒരു കാര്യം, ഒരു കച്ചവടമല്ലേ നടക്കട്ടെ, ഒരു 25 രൂപ കുറച്ചേക്കാം. കള്ളവരലെ പിടിച്ച് ഞെക്കും. അദ്ദേഹം എനിക്ക് വേണ്ട, ലാസ്റ്റ് 50 രൂപ വെച്ചേക്കാം. ചൂണ്ടുവിരലെ ഞെക്കിയാൽ 450 രൂപ. ഉടനെ അദ്ദേഹം തന്നെ കയ്യെ പിടിച്ചിങ്ങനെ ഞെക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ കച്ചവടം ഉറച്ചു. അടുത്ത നടപടി ആ പറഞ്ഞ തുകയുടെ 4 അന്നേരം ജോർജായുടെ ഉടമസ്ഥതയെ കൊടുക്കണം. കൊടുത്താൽ നമ്മുടെ മാർക്കറ്റിൽ വെളുത്ത ചായം വെച്ചിട്ടുണ്ട്. ആ ചായ ഒരു ബ്രഷ് ഉണ്ട്, അതെടുത്ത് ജോർജായുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഗ്രീക്ക് അക്ഷരം അടിമയുടെ നെറ്റിയിൽ എഴുതും. ഒറ്റ അക്ഷരം എഴുതും. പിന്നെ അടിമയ്ക്ക് എവിടെ പോയിരിക്കാം. വൈകുന്നേരത്തേക്ക് ബാക്കി പൈസ കൊടുത്ത് കൊണ്ടുപോയാൽ മതി. ഇതിനിടയ്ക്ക് ആരെല്ലാം വന്നാലും ഈ എഴുത്ത് കാണുമ്പോൾ മനസ്സിലാകും ഇത് വിറ്റുപോയി. ഇനി ഇത് നോക്കണ്ട. ഇതിനെ കണ്ടുകൊണ്ടാണ് പൗലോസ് പറയുന്നു, അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത് ആർക്ക് കാണാനെന്നറിയാവോ? സാത്താന് കാണാനാ. ഇത് കൊടുത്തുപോയി. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ അവനെ ഓടിച്ചു വിടാൻ പറയുന്നത്. അവനെ കാണാനാ. അഭിഷേകമുള്ളവരെല്ലാം അറിയാം. ആ നെറ്റിയിൽ ഗ്രീക്ക് അക്ഷരം എഫെസോസിൽ എഴുതുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ പതിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി കാണുമ്പോൾ അവനറിയാം ഇത് കൊടുത്തുപോയി, ഇത് ക്രിസ്തു വിലയ്ക്ക് മേടിച്ചുപോയി. അഡ്വാൻസ്. രണ്ടാമത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരിശുദ്ധാത്മാവ് തനിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 1:2 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ടുണ്ട് എന്റെ സാക്ഷികൾ. ഗലീലയിൽ നിന്ന് പുള്ളിയാ പത്രോസ്. സംസാര രീതി വേറെയാ. ഇത് തെക്കൻ സ്റ്റേറ്റിലാണ് വന്നിരിക്കുന്നത്. ഗലീല നോർത്തേൺ സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ, അങ്ങ് വടക്കേ അറ്റം. അവിടുത്തെ ഈ എബ്രായ ആക്സിലും തെക്കത്തെ ആക്സിലും വ്യത്യാസം. നമ്മുടെ കേരളത്തിൽ തന്നെ നിങ്ങൾക്കറിയാമോ, മധ്യതിരുവിതാംകൂറിലെ മലയാളം ഒന്ന്, തെക്കോട്ട് പോകുമ്പോൾ വേറൊന്ന്, വടക്കോട്ട് പോകുമ്പോൾ വേറൊന്ന്. തൃശ്ശൂർക്കാരുടെ ഭാഷ കേട്ടാൽ അന്നേരം അറിയാം തൃശ്ശൂർക്കാരൻ. ട്രിവാൻഡ്രക്കാരുടെ മലയാളം കേട്ടാൽ അറിയാം ട്രിവാൻഡ്രക്കാരാ. ചെങ്ങന്നൂർക്കാരുടെ കേട്ടാൽ അറിയാം ചെങ്ങന്നൂരാ. കറക്റ്റ് ആയിട്ട് അറിയാം. അത് ശ്രദ്ധിച്ചാൽ മതി. ഇദ്ദേഹം വടക്കുന്ന് വന്ന പുള്ളിയാ. ഒന്നാമത്തെ കാര്യം, പോകേണ്ട അർത്ഥത്ത് കയറിയിരുന്നു. മഹാപുരോഹിതന്റെ കർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. ഈ പുള്ളിയും കൂടെ കയറി. അവിടെ തീ കഴിഞ്ഞുകൊണ്ടിരുന്നു. കൂടെ പോയിരുന്നു. ഈ പോകേണ്ട അർത്ഥത്ത് നമ്മളും പോകാൻ പാടില്ല. എന്നാൽ അവിടെ പോയി ഉണ്ടാതിരിക്കണ്ടേ. അവിടെ കയറി വാലടിക്കാൻ തുടങ്ങി. അന്നേരം അവിടെ ചൂലും കൊണ്ട് തൂത്തോണ്ടിരുന്ന പെണ്ണ് പറഞ്ഞ ദൈവൻ വടക്കനാ. അവന്റെ ഭാഷ കേട്ടോ. ഇവനും ആ കൂട്ടത്തിലുള്ള ഏരിയക്കാരനാ, പിടിച്ചോ. അന്നേരാ ഇവൻ അടി കിട്ടുമെന്ന് മനസ്സിലായി. അന്നേരം അവൻ പറഞ്ഞത്, എടത്വാ പള്ളിയാണ്, ഞാൻ ഇവനെ അറിയത്തില്ല. അയ്യോ, മലയാറ്റൂർ പള്ളിയാണ്, ഞാൻ അറിയത്തില്ല. നമ്മുടെ ഭാഷ പറഞ്ഞതേ ഉള്ളൂ. അതേ പത്രോസ് 50 ദിവസം കഴിഞ്ഞപ്പോൾ ഒരൊറ്റ പ്രസംഗം 3000 പേർ സ്നാനക്കടവിൽ ഇറങ്ങിയെങ്കിൽ ഒരു സെമിനാരി നല്ല പവർ കിട്ടിയത് ഉയരത്തിലെ ശക്തി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാകും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന രണ്ടാമത്തെ കാര്യം ശക്തിയുള്ള സാക്ഷി. 3, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്
ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ. സ്തോത്രം. നമ്മുടെ ആത്മാവിലല്ല ആരാധിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ. 4, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് തന്നിരിക്കുന്നത് to maintain a successful Christian life. എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. I can do all things through Christ who strengthens me. Philippians 4:13. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നമുക്ക് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാം. പണം കൊണ്ട് മാത്രം നടക്കത്തില്ല, ഇന്റലക്ച്വൽ പവർ കൊണ്ട് നടക്കത്തില്ല, സ്വാധീനം കൊണ്ട് നടക്കത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ടോ നമുക്ക് ജീവിതത്തെ ജയിപ്പിക്കാം. 5, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ തകർത്തി തന്നിരിക്കുന്നതിനാണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. സാത്താനോട് പോരാടാനാ, പിശാചിനോട് എതിർത്ത് നിൽക്കുക. എങ്കിലാണ് നിങ്ങളെ വിട്ട്. അപ്പൊ ആർക്കാ പേടി? നമ്മളെ ചേർക്ക നമുക്കാ പേടി അല്ലേ? വളരെ ഭയം അവനാ. അന്യാവനെ ഓടിച്ചിട്ടേ. 6, പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ഗൈഡൻസ്. ദൈവാത്മാവ് നടത്തപ്പെടുന്ന ഏവരും ദൈവമക്കളെ നടത്തുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ദൈവമക്കളെ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ടും കിട്ടാത്തതും നടക്കാത്തതിനും കാര്യം നടത്തിപ്പ് കർത്താവ് തരുന്നില്ല. ചില ജോലി, ചില സ്ഥാനം, ചില മീറ്റിങ്ങുകളൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടും പോകാനൊക്കത്തില്ല. പിന്നീട് എനിക്ക് മനസ്സിലാവും എന്റെ കാര്യം എന്താണെന്ന്. പിന്നെ ഞാൻ അറിയുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ആദ്യം ആരോടും ആ മീറ്റിങ്ങിന്റെ പോകണത്തില്ലോ. പിന്നെ ഞാൻ അറിയും അവിടുത്തെ പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോൾ എന്റെ കർത്താവേ ആ കുഴിക്കകത്ത് ഞാൻ വീണല്ലോ എന്നാണോ. 7, പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് അറിയാവോ? രൂപാന്തരപ്പെടുത്താൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എഫേസ്യർ 4:30. ഇങ്ങനെ 7 കാര്യങ്ങൾക്കാ പരിശുദ്ധാത്മാവ്. അപ്പൊ 10 കാര്യങ്ങളാണ് നമ്മൾ എടുക്കപ്പെടാൻ വേണ്ടിയത്. എത്ര പഠിച്ചത് നമ്മൾ? ഏതൊക്കെയാ? വീണ്ടും ജനനം, വിശ്വാസ സ്നാനം, പുതിയ സൃഷ്ടി, സ്വർഗത്തിൽ നിന്ന് ഒരു ക്ലെയിം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. 5, 6, ആത്മീയ ആരാധന. ഇവിടെ ആരാധിക്കാതെ അവിടെ ചെല്ലാനും പോകും. അവിടെ പ്രാർത്ഥനയിൽ ആരാധന മാത്രമേ ഉള്ളൂ. ആരാധന ഫിലിപ്പിയർ 3:3 അവിടെ പോകാൻ. 7, വിശുദ്ധ ജീവിതം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. ദൈവമക്കളെ, നമ്മൾ അബ്സല്യൂട്ട് വിശുദ്ധരായിരിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശുദ്ധന്മാര്. ഫിലിപ്പിയ ലേഖനം 1:1 വായിച്ച വേഗം. ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാരും ഒന്ന് കൈപൊക്കിക്കേ. എല്ലാവരും കൈപൊക്കി. ഈ മൈക്കാ നിങ്ങളെ തരാം. വേറെ ദുബായിലെ ടൗണിൽ കൊണ്ടുവന്ന് പറ, വിശുദ്ധന്മാരൊന്ന് കൈപൊക്കാൻ പറ. ഒരെണ്ണം അവിടെ നിൽക്കുകയില്ല. വ്യത്യാസം മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം. 8, കർത്താവ് വരുന്നത് കർത്താവിനായിട്ട് കാത്തിരിക്കുന്നവരെ ചേർക്കാനാണ്. എബ്രായർ 9:28. കർത്താവിനായിട്ട് കാത്തിരിക്കുന്നവരെ ചേർക്കാൻ. എന്തെങ്കിലും സംശയമുണ്ട് പിന്നീട് ചോദിക്കണം. ഞാൻ ഇപ്പൊ സ്പീഡിൽ പോകുന്നുണ്ട്, എനിക്കറിയാം. കാരണം റാപ്ചർ എന്ന വിഷയം നിന്നോട് എടുക്കണം. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ മാത്രമേ പോകത്തുള്ളൂ. അകത്തൊരു പ്രത്യാശ വേണം. എന്റെ പ്രിയൻ വരും, എന്നെ ചേർക്കും. കാത്തിരിക്കണം. എന്നലെ പറഞ്ഞു 10 കന്യകമാരെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിന്റെ ഉദ്ദേശത്തിലാ. നമ്മുടെ മണവാളൻ നമുക്ക് വീട് ഒരുക്കി കഴിഞ്ഞു. നീ വരിക നമ്മളെ ചേർക്കുവാൻ. നമ്മൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാകുന്ന മണവാളൻ പകർന്നു തന്നിരിക്കുന്ന ആ വിളക്ക് കെട്ടുപോകാതെ ആ ശക്തിയിൽ വേണം മണവാളനെ എതിരേൽക്കാൻ. 9, പരിശുദ്ധാത്മാ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുന്ന ആരെയാണെന്നറിയാവോ? ഞാൻ ആദ്യമേ പറഞ്ഞു, ഫസ്റ്റ് ക്വാളിറ്റി കർത്താവ് കൊണ്ടുപോകത്തില്ല, സൂപ്പർ ക്വാളിറ്റിയെ കൊണ്ടുപോകത്തുള്ളൂ. ഫസ്റ്റ് ക്വാളിറ്റി ആന്റി ക്രൈസ്റ്റിന്റെ ഓഫീസർമാരായിട്ട് ഇതിൽ നടക്കും. സൂപ്പർ ക്വാളിറ്റിയാ കർത്താവിന് വേണ്ടത്. അതിന് കർത്താവ് ഒരു പരിപാടി ചെയ്യും. എന്നാന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അതിന് തമ്പുരാൻ നമുക്ക് സൂപ്പർ ക്വാളിറ്റിക്ക് നമുക്കൊരു പരിപാടി തരും. അതാണ് പിന്മഴ. സക്കറിയാ പ്രവചനം 10-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചു. പിന്മഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്ക് അപേക്ഷിപ്പി. അടുത്ത വാക്യം. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ, അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്ച്ചു കൊടുക്കും. മിന്നൽ പിണറയച്ചുള്ള മഴയാണ് പിന്മഴ. നമ്മളൊക്കെ കഴിക്കുന്ന ഫ്രൂട്ട്സ് ഏറ്റവും നല്ല ഷേപ്പുള്ളതും ഏറ്റവും രുചിയുള്ളതുമായ ഫ്രൂട്ട്സ് എന്താണെന്നറിയാമോ? പിന്മഴ കിട്ടിയ ഫ്രൂട്ട്സാ. ഏത് രാജ്യത്തും 3 മഴയാ. ഏർലി റെയിൻ, മിഡ് റെയിൻ, ലാറ്റർ റെയിൻ. ഏർലി റെയിൻ ഉണങ്ങിക്കിടക്കുന്ന മണ്ണിലോട്ട് അടിക്കുന്നതാണ് മുൻമഴ. അത് വിത്തിടാൻ. നാട്ടിലാണെങ്കിൽ കപ്പ, ചേന, ചേമ്പ്, നെല്ല് എല്ലാം ഇടുന്നത് മുൻമഴ. വൃക്ഷങ്ങളെ തെങ്ങ് വെക്കുന്നതെല്ലാം മുൻമഴ. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും അല്ല. ഇടമഴയുണ്ട്. ഈ ചെടി ഇങ്ങനെ വളർന്നേ. അതൊക്കെ നമ്മുടെ അനുഭവത്തിലാ. മുൻമഴ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ മാനസാന്തരപ്പെട്ടത്. നമുക്ക് മുൻമഴ കിട്ടി, നമ്മൾ മാനസാന്തരപ്പെട്ടു. പിന്നെ ഇടമഴ ഇടുന്നത് എന്തിനാണെന്നറിയാമോ? ഫെർട്ടിലൈസർ അപ്ലിക്കേഷൻ. വളവിടാനാ. എന്തിനാ? ഇത് വളർത്താൻ.
നമുക്ക് ഇടമഴ കിട്ടി, കാലാകാലങ്ങൾ ഉപവാസ പ്രാർത്ഥന, മീറ്റിംഗ്, കൺവെൻഷൻ എല്ലാം ഇടമഴ. പിന്മഴ ഇതിനൊന്നും അല്ല. പിന്മഴ എപ്പോഴാണെന്നറിയാമോ? ജസ്റ്റ് 3 weeks ബിഫോർ ഹാർവെസ്റ്റ്. കൊയ്ത്തിന് 3 ആഴ്ച മുമ്പ് ഒരു മഴയുണ്ട്. വളവിടാനോ കളപറിക്കാനോ ഒന്നും അല്ല, വിത്തിന് ഷേപ്പ് കിട്ടാൻ. നൈട്രജൻ അങ്ങോട്ട് കൂടുതൽ കിട്ടണം, എന്നാലേ വിത്തിന് ഷേപ്പ് കിട്ടത്തുള്ളൂ. വിത്തിന് ഷേപ്പ് കിട്ടുന്ന വിത്ത് അതാ ഓറഞ്ചും ആപ്പിളിനും ഒക്കെ ഒരു നല്ല രുചി കാണും. ഏതാ? പിന്മഴ കിട്ടിയ ഓറഞ്ച്. നമുക്കും ഇപ്പൊ പിന്മഴ. അവിടെ പറഞ്ഞ ഞാൻ മിന്നൽ പിണറായിരിക്കും. ശ്രദ്ധിക്കണേ, എന്തായി മിന്നൽ പിണർ? ലൈറ്റ്നിങ്. ആകാശത്തിൽ മിന്നൽ പിണർ അടിക്കുമ്പോൾ വൈദ്യുതിയാണത്. ആ വൈദ്യുതി നിമിത്തം ആകാശത്തിലെ വായുവിലെ നൈട്രജൻ വിഘടിക്കും. മഴയോടുകൂടിയ മിന്നലാണെങ്കിൽ ആ മിന്നലിൽ, ലൈറ്റ്നിങ്ങിൽ അന്തരീക്ഷത്തിലെ നമ്മൾ ശ്വസിക്കുന്ന വായു 79% നൈട്രജനാണ്. മൊത്തം 7 വാതകമാണ് നമ്മൾ ഈ വലിച്ചു കയറ്റുന്നത്. 79% നൈട്രജൻ, ബാക്കി 20% ഓക്സിജൻ, 1% എന്നാണെന്നറിയാവോ? ആർഗോൺ, കാർബൺ ഡയോക്സൈഡ്, മിഥൈൽ, നിയോൺ, ഹീലിയം. ഇതാ വലിച്ചു കയറ്റുന്നത്. അതൊക്കെ ഭയങ്കര വിഷമാണ്, പക്ഷെ അത് ആ അളവിൽ വേണം. ഇതിൽ ഈ 79% നൈട്രജൻ വിഘടിക്കും. നൈട്രജൻ ഗ്യാസ് ആണ് ഓക്സിജൻ അകത്തിരിക്കുന്നത്. വൈദ്യുതി അടിക്കുമ്പം വൈദ്യുതി കൊണ്ട് വിഘടിക്കും. മഴയുണ്ടല്ലോ, ഇത് വിഘടിച്ച് ഈ നൈട്രജൻ മഴവെള്ളത്തിൽ കലരും. ശ്രദ്ധിക്കുന്നുണ്ടോ? മഴവെള്ളത്തിൽ കലരുമ്പോൾ അതിന്റെ പേരാ നൈട്രിക് ആസിഡ്. അത് മഴവെള്ളത്തിൽ മണ്ണിൽ വന്ന് ഇറങ്ങും. മണ്ണിനകത്ത് തമ്പുരാൻ ഒരു സൂത്രത വെച്ചിട്ടുണ്ട്, റൈസോബിയം, ഒരു ബാക്ടീരിയ. അതിത് വലിച്ചെടുത്ത് നൈട്രേറ്റ് ആയിട്ട് ചെടിക്ക് കൊടുക്കും. ഇടിവെട്ടി ഒരു 3 മഴയും പെയ്തേ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ നോക്കുമ്പോ ഈ ഉണങ്ങി നിൽക്കുന്ന കപ്പയും മാവും പ്ലാവും എല്ലാം നല്ല തഴച്ചു വളരും. അച്ചായൻ പറയും, ഞാൻ വളമിട്ടതാണ്. എന്റെ അച്ചായനിട്ട വളവൊന്നുമല്ല. അച്ചായൻ മാക്സിമം ഞെരുങ്ങി പിശുക്കി ഇട്ടത് 46% നൈട്രജൻ. തമ്പുരാൻ കൊടുത്തത് 46,000 കിലോയാ. ചെടി വളർന്നു. അപ്പോ തന്നെ പിറ്റേ ദിവസം കേൾക്കാം, ഇടിമിന്നലി 5 പവന്റെ മാല ഇട്ടുകൊണ്ട് മുറ്റത്ത് നിന്ന് അച്ചാമ്മ തട്ടിപ്പോയെന്ന് കേൾക്കാം. ഒന്ന് അനുഗ്രഹം, ഒന്ന് പ്രശ്നം. ഇത് തന്നെ ആത്മീയത്തിൽ ലൈറ്റ്നിങ് അടിക്കുമ്പോൾ കേട്ടോണം. ലൈറ്റ്നിങ്. മാസഡോണിയ ജയിലിൽ ഒരൊറ്റ ലൈറ്റ്നിങ്. ജയിൽ സൂപ്രണ്ടിന്റെ ഹല്ലേലൂയ അടിച്ചങ്ങോട്ട് ചെന്ന വെട്ടം ഉടനെ മനസാക്ഷിയാകുന്ന റൈസൂബിയ പ്രവർത്തിച്ചു. യമാനന്മാരെ, ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? നൈട്രജനോട് എന്ത് കയറിയതാ? ലൈറ്റ്നിങ്. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അന്ന് രാത്രി സ്നാനം. അന്ന് നോക്കിക്കേ, ഷേപ്പ് കിട്ടി. നേരെ അപ്പുറത്തൊരു ആക്സിഡന്റ്, ഒരു സഭായോഗം. കെരസീം ഭാഷല്ല, പത്രോസ് ഭാഷ. ഒരു അച്ചായൻ ഇങ്ങോട്ട് കയറി വന്നു, കൊണ്ട് കാശെല്ലാം മേശപ്പുറത്ത് വെച്ചു. വസ്തു വിറ്റ കാശെല്ലാം കൊണ്ടുവച്ചു. ദൈവദാസന് മനസ്സിലായി ഇതിനകത്ത് വിലയുണ്ടെന്ന്. ഇത്രക്കേ ഉള്ളോ? റൈസോബിയം പ്രവർത്തിച്ചില്ല. ചായ റബ്ബറിനൊന്നും വിലയില്ല. പേർഷ്യക്കാർക്ക് സ്ഥലം വേണ്ട, ഇത്ര വിലക്കേ വിറ്റുള്ളൂ. നോക്കിക്കേ, ആക്സിഡന്റ്, ആള് മരിച്ചു. അപ്പോൾ പിന്മഴ. 9ാമത്തെ കാര്യം, എനിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പിന്മഴയുണ്ട്. എന്തിനറിയാവോ? ഷേപ്പ് കിട്ടാൻ. ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ, ഏതെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ഈ ഉണർവിൽ അത് മാറ്റി ഒരുങ്ങിയിരിക്കുക. 10 ക്രിസ്തുവിൽ മരിച്ചവർ രൂപാന്തരപ്പെടുന്നത്. 1 തെസ്സലോനിയ 4:14 കാണാം. ഇതാണ് യോഗ്യത. ഇനിയും ഗഹനമായ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് റാപ്ചറിലേക്ക് കയറാൻ പോകുക. നമുക്കെല്ലാവർക്കും അറിയാം, യഹൂദന്മാരുടെ പെസഹ, അതിന് ഇംഗ്ലീഷ് പാസ് ഓവർ, മലയാളം കടന്നുപോക്ക്. അതും നമ്മുടെ രൂപാന്തരവും തമ്മിൽ സാമ്യമുണ്ട്. 10 കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം. അത് എഴുതുന്നത് ഞാൻ ഒരു ഫോമാറ്റ് ഇങ്ങനെ നോക്കണം, നിങ്ങൾ എഴുതുന്നവർ, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ എഴുതണം പാസ് ഓവർ, ഇവിടെ എഴുതണം റാപ്ചർ. ബുക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ പാസ് ഓവർ, റൈറ്റ് സൈഡിൽ സ്പേസ് ഇട്ടിട്ട് റാപ്ചർ. ഇനി 1, 2 എന്ന് എഴുതിക്കോ, മനസ്സിലാവും. നോക്കിക്കേ, അവരുടെ കടന്നുപോക്ക് എന്തുവാ പരിപാടി? 400 വർഷത്തെ അടിമത്തത്തിൽ നിന്നും, അടിമ നാട്ടിൽ നിന്നും വാഗ്ദത്ത നാട്ടിലേക്കുള്ള പോക്ക്. അവർക്കത് എഴുതണ്ട, എഴുതുന്നത് ഞാൻ പറയുമ്പോൾ മുതൽ എഴുതിയാൽ മതി. അവർക്കത്. നമുക്കോ ഈ പാപത്തിന്റെ ചങ്ങലയുള്ള ഈ ലോകത്തിൽ നിന്നും, ഈ ലോക ജീവിതത്തിൽ നിന്നും തേജസ്സിലേക്ക് ഒരു കടന്നുപോക്ക്. നമ്മൾ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതമില്ല, തേജസ്സ. പിന്നെ ജീവിതമല്ല, ജീവിതം എന്ന് പറഞ്ഞാൽ ജനന മരണ വിവാഹ ഈ പരിപാടിയൊന്നും അവിടെ ഇല്ല, പിന്നെ തേജസ്സ. അപ്പോൾ അവർക്ക് കടന്നുപോക്ക് അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യ നാട്ടിലേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക്. നമുക്ക് ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്നും, ദ്രവത്വമുള്ള ജഡത്തിൽ നിന്നും, ഇതൊന്നുമില്ലാത്ത തേജസ്സിലേക്കുള്ള മാറ്റം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കേട്ടോ 10 കാര്യം. 1, അവർക്കൊരു ലീഡർ, മോസസ്.
പുറപ്പാട് 3:10 ആരെങ്കിലും ഒന്ന് വായിക്കാവോ? വളരെ ശ്രദ്ധിച്ചോണം, ഗഹനമായ വിഷയമാണ്. പുറപ്പാട് 3:10. നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. I will send you to Pharaoh to lead out my people. 400 വർഷമായി അടിമത്തവർക്ക് നേതൃത്വം ആരുമില്ല. അവരെല്ലാം ഇങ്ങനെ തകർന്നു നടക്കുക. അവർക്ക് ദൈവം ഒരു നേതാവിനെ കൊടുത്തു, മോശ. 20 ലക്ഷം പേരും അദ്ദേഹത്തെ അനുസരിച്ചു. നമുക്കോ സെയിം. യോഹന്നാൻ 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നമുക്കൊരു ലീഡർ, ഒറ്റ ലീഡർ. ആരാ? പരിശുദ്ധാത്മാവ്. ദൈവാത്മാവ് നടത്തപ്പെടുന്ന ഏവരും ദൈവമക്കൾ. ഒന്ന്, അവർക്ക് മോസസ്, നമുക്ക് പരിശുദ്ധാത്മാവ് നടത്തുന്നു. 2, പുറപ്പാട് 12 നമ്മുടെ വിഷയം. നിങ്ങൾക്ക് 2-ാം വാക്യം കാണാം. 2-ാം വാക്യം വായിക്കാം. 2-ാമത്തെ പോയിന്റ്. എന്നാൽ ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി. നിങ്ങളുടെ കലണ്ടർ മുഴുവൻ മാറ്റിക്കൂ. നിങ്ങളുടെ ഈ കലണ്ടർ എല്ലാം മാറ്റിക്കൂ. ഇനിയും നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭം. പഴയ കലണ്ടറൊക്കെ കളഞ്ഞേക്കാൻ. ഞാൻ ഈജിപ്ഷ്യൻ കലണ്ടർ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ഇന്നു മുതൽ. ആ കലണ്ടറാണ് ഇന്നും നിലവിലുള്ളത്. ഇസ്രായേലിന്റെ കലണ്ടർ എന്ന് പറയുന്നത് അന്ന് നിലവിൽ വന്ന കലണ്ടറാണ്. മാസങ്ങളുടെ ആരംഭം അവർക്ക്. നമുക്കോ യെസ്, പുതിയ ശരീരത്തിലുള്ള ആരംഭം. നമുക്കെന്തുവാ? പുതിയ ശരീരം, ന്യൂ ബോഡി. നമ്മുടെ ഭാഗത്തിന്റെ ന്യൂ ബോഡി. 2, 3 അവിടെ നോക്കിയാൽ എല്ലാ വീട്ടിലും ഊനമില്ലാത്ത ഒരാട്. കുടുംബത്തിന് തക്കവണ്ണം. പുറപ്പാട് 12:3. എല്ലാ വീട്ടിലും ഒരാട്. നമുക്കോ നമ്മുടെ നേരെ ഇരിക്കണം. യോഹന്നാൻ 1:29. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നോക്കിയേ, സാമ്യം നോക്കിക്കേ. അവരുടെ വീട്ടിലെല്ലാം ഒരാട്, നമ്മളോ കുഞ്ഞാട്. ദൈവത്തെ ഒന്ന് സ്തുതിച്ച ദൈവമക്കളെ, നമുക്ക് കുഞ്ഞാട്. 4 എഴുതിന്റെ വേഗം 4 12:7. എല്ലാവരുടെയും കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും എന്തുണ്ട്? രക്തം. ഈജിപ്ഷ്യനിലെ ഇസ്രായേലൈറ്റ്സ് വീടുകളിൽ എല്ലാ വീടുകളിലും രക്തം. നമുക്കോ 1 യോഹന്നാൻ 1:7. അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് യേശുവിന്റെ രക്തത്താൽ നമ്മൾ ഓരോരുത്തരും, അവിടെ കട്ടളക്കാലിലും കുറുമ്പടിയിലും രക്തം ചോട്ടിയെങ്കിൽ നമ്മൾ ഓരോരുത്തരും യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. എത്ര എഴുതി ഇപ്പം? 4, 5. അതിന്റെ 8-ാം വാക്യത്തിൽ കാണാം, നിങ്ങൾ 12:8 അതിന്റെ മാംസം തിന്നണം. എന്ത് ചെയ്യണം? മാംസം തിന്നണം. നേരെ ഓപ്പോസിറ്റ് നമുക്കോ യോഹന്നാൻ 6:53. നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതിരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. ആ സിമ്പലാണ് കർത്താവിന്റെ ദാസൻ കർത്തൃമേശ നടത്തുന്നത്. നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ കർത്താവിന്റെ മാംസം വിശ്വാസത്താൽ സിമ്പലായി നമ്മൾ കഴിക്കുന്നു. നോക്കിക്കാ, കമ്പാരിസൺ എത്ര രസമാണെന്നറിയാവോ? നിങ്ങൾ നോക്കിയാൽ എന്ത് രസമാണെന്ന് കേട്ടോണം. അടുത്തത് കേട്ടോണം. ഹല്ലേലൂയ. ഇത് തിന്നുന്നത് എങ്ങനെയാണെന്നറിയാമോ? 12:7 ഒന്ന് വായിച്ച്. 12:7. അടുത്തത് അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. അടുത്തത് കയ്പ് ചീരോടുകൂടി അത്. ഇത് തിന്നേണ്ടത് പട്ട, മസാല, ഗ്രാമ്പു, അതിൻ്റെ കൂടെ പിന്നെ സർവ്വസുഗന്ധി ഇതെല്ലാം കൊണ്ടിട്ട് എണ്ണയ്ക്കകത്തല്ല, കയ്പ് ചീരിയോടുകൂടി തിന്നണം. കയ്പോടുകൂടി തന്നെ നിങ്ങൾ ഇത് തിന്നണം. അവരെ നമ്മളെ സംബന്ധിച്ച് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ 16:33. സ്തോത്രം. എത്ര എഴുതി നിങ്ങള്? 6, 7. ഇതെങ്ങനെയാ കഴിക്കേണ്ടതെന്ന് അറിയാമോ? 12:11. അരകട്ടിയും തിടുക്കത്തോടെ തിന്നണം. ഇത് മേശപ്പുറത്ത് വെച്ചോണ്ട് ടിവിയും കണ്ട് ഇങ്ങനെ നിരങ്ങി നിരങ്ങി തിന്നാനല്ല പറഞ്ഞത്. തിടുക്കത്തോടെ തിന്നണം. അവരെ അരകെട്ടി കാലിൽ ചെരുപ്പിട്ട് തിടുക്കത്തോടെ തിന്നണം. നമ്മളോ റോമർ 13:11. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തതിനാൽ അജ്ഞാനികളായിട്ടല്ല, വളരെ പ്രത്യാശയോടെ തിടുക്കമുള്ള ഒരു ക്രിസ്തീയ ജീവിതം. 7, 8 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 15-ാം വാക്യത്തിൽ പറയുന്നു, അവർക്ക് പുറപ്പാട് 12:15 മുഴുവൻ പുളിപ്പും മാറ്റണം. All fermentation should be taken out. ഒരു പുളിപ്പുള്ള വസ്തുവും വീട്ടിൽ കാണരുത്. വായിച്ചേ 12:15 വായിച്ചു. 7 ദിവസം നിങ്ങൾ
പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. അടുത്തത് 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ചു കളയണം. ഒരു പുളിപ്പം നിങ്ങളിൽ പാടില്ല അവരോട് പറയുക. പുതിയ നിയമ ദൈവസഭയാകുന്ന ദൈവമക്കളെ, നമ്മളെ സംബന്ധിച്ചു അത് തന്നെയാ പറയുന്നത്. 2 കൊരിന്ത്യർ 5:7 കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിക്കണം. ഒരു പുളിപ്പും പാടില്ല. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ, ആവശ്യമില്ലാത്ത പെരുമാറ്റങ്ങൾ, നടപടിക്രമങ്ങൾ, ഇതൊന്നും നമുക്ക് പാടില്ല. നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാ. ഒരു പുളിപ്പും പാടില്ല. എത്ര എഴുതി? 9. ഇത് അടിക്കന്റെ ബ്രഷ് കൊണ്ടല്ല. 12:22 കാണാം. ഐസോപ്പ് സ്റ്റെം, ഈസോപ്പ് ചെടി കൊണ്ടേ അടിക്കാവുള്ളൂ. കൈ കിട്ടുന്ന ബ്രഷ് കൊണ്ടല്ല ഈ ചോര നൽകേണ്ടത്. ഇത് ഐസോപ്പിന്റെ ചെടി കൊണ്ട് മാത്രം. ഐസോപ്പ് ചെടിക്ക് ഒരു പ്രത്യേകതയുള്ളത്, മണ്ണിൽ വളരുന്നതല്ല, അത് പാറയുടെ ഇടയിലേ വളരത്തുള്ളൂ. അതാണ് ഐസോപ്പ് ചെടിയുടെ പ്രത്യേകത. ഈസോപ്പ് ചെടി എന്ന് മലയാളത്തിൽ പറയുന്നത് പ്രൈസ് ദി ലോർഡ്, പാറയുടെ ഇടയിൽ വളരുന്ന ഒരു ചെടിയാ. ദൈവമക്കളെ, നമ്മളെ സംബന്ധിച്ചുള്ള നമുക്ക് എന്നറിയാവോ? നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും. ഈ ഭൂമിയിലെ ഒരു തത്വവുമല്ല. 119 സങ്കീർത്തനം ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും. നമ്മളുടെ സകല കാര്യങ്ങളിലും നമ്മൾ റെഫർ ചെയ്യേണ്ടത് തിരുവചനമാണ്. എവരുതി നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയം, ഭൗതികം, ശാരീരികം, കുടുംബ സംബന്ധമായി, വസ്തു സംബന്ധമായി എല്ലാം റെഫർ ചെയ്യേണ്ടത് വചനം നമ്മളെ അനുവദിക്കുന്നെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. 10 അന്ന് രാത്രിയിൽ മാസ് ഡെത്ത് അറ്റ് ഈജിപ്റ്റ്, കൂട്ടമരണം. നമ്മൾ മാറുമ്പോൾ ഈ ലോകത്തിലും കൂട്ടമരണം. ഇതാണ് 10 കാര്യം. ഇനിയും പതുക്കെ നമ്മൾ റാപ്ചറിലേക്ക് കയറാൻ പോകാൻ തയ്യാറാക്കി. മറ്റവനെ ഒന്ന് ഓടിച്ചു വിട്ടേ. നമ്മുടെ പ്രത്യാശയുടെ പ്രതീകമായ റാപ്ചർ എങ്ങനെ? രൂപാന്തരത്തിന്റെ 3 മോഡൽ ബൈബിളിലുണ്ട്. 1, ആനോക്ക് രൂപാന്തരപ്പെട്ടു. ദൈവത്തോട് നടന്നാൽ കണ്ടില്ല. അത് ആദ്യത്തെ രൂപാന്തരം. ആനോക്ക് വിവാഹിതനും മക്കളുള്ളവനുമായിരുന്നു. അതുകൊണ്ട് ഫാമിലി ലൈഫ് രൂപാന്തരത്തിൽ ഒരിക്കലും തടസ്സമല്ല. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. കല്യാണം കഴിച്ചാൽ സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ല. 2, കർത്താവായ യേശു രൂപാന്തരപ്പെട്ടു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരുടെ സാന്നിധ്യത്തിൽ രൂപാന്തരപ്പെട്ടു. അവർക്ക് വ്യത്യാസം ഉണ്ടായില്ല, കർത്താവിനുണ്ടായി. ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിപ്പാൻ വരാത്ത തരത്തിൽ അവന്റെ വസ്ത്രം വെളിച്ചമായി. 3ാമത്തെ രൂപാന്തരം ഏലിയാവ് എലീശായുമായിട്ട് മുട്ടി നടന്നു. ഏലിയാവ് രൂപാന്തരപ്പെട്ടു. ഇതാണ് കിട്ടിയ ഫോർമാറ്റ്. ഇനി നമുക്ക് വരാം നമുക്ക് എന്നാ കിട്ടാൻ പോകുന്നതെന്ന്. കൊലോസ്യർ 3:3 പറയുന്നു. വായിച്ചേ, കൊലോസ്യർ 3:3. അടുത്തത് ദൈവമക്കളെ, നമ്മൾ തേജസ്സിൽ വെളിപ്പെടാൻ പോവുക. അടുത്തത് ഫിലിപ്പിയർ 1:21. ഒന്ന് വായിച്ചേ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. ഫിലിപ്പിയർ 3:21. നമ്മുടെ പൗരത്വമോ അടുത്തത് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം എന്ന് പറഞ്ഞാൽ മോർട്ടൽ ബോഡി. ഈ ശരീരത്തിന്റെ പ്രത്യേകത, ഇത് ദ്രവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരത്തിന് ശൈശവം മുതൽ എത്ര സിസ്റ്റം ഉണ്ട്? ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, 5 പറഞ്ഞു 7 ഉണ്ട്. ശൈശവം, ഇൻഫന്റ്, പാൽ കുടിക്കുന്ന പ്രായം, അല്ല ശൈശവം. ബാല്യം, ഈ ഓടി നടന്ന് കസേര മുളച്ചിടുന്ന കാലം. കൗമാരം, ആൺപിള്ളേർ ഓലപ്പന്ത് കളിക്കുന്ന പ്രായം അല്ലേ? പെൺപിള്ളേർ ഏറ്റവും കൂടുതൽ സമയം കണ്ണാടിയെ നോക്കാൻ തുടങ്ങുന്ന സമയം, അതാണ് കൗമാരം. എത്രയായി? 3. യൗവനം, കണ്ടാൽ സൗന്ദര്യം പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ലാവണ്യം ഉണ്ടാവും. യൗവനം. പ്രൈസ് ദി ലോർഡ്. അവരുടെ ശരീരത്തിൽ രൂപാന്തരം വന്നുകൊണ്ടിരിക്കുക. 4ാമത്തത് എന്തുവാ? യൗവനം, യുവത്വം, ഏറ്റവും നല്ല സൗന്ദര്യം. 5 വാർദ്ധക്യമല്ല, മധ്യവയസ്ക്. യൗവനത്തിൽ കണ്ണിനൊരു തിളക്കമാ. മധ്യവയസ്കിൽ കണ്ണിന് തിളക്കമല്ല, കണ്ണിനൊരു ഗംഭീര്യമാ. അതാണ് മധ്യവയസ്ക്. നോട്ടം ഇച്ചിരി അങ്ങോട്ട് കൂടും. ചിലർക്ക് തലമുടി കുറയും, ചിലർക്ക് നെറ്റിക്ക് വീതി, ചിലരുടെ നോട്ടം നോക്കും, ചിലരുടെ ഇവിടെ 1, 2 മുടിയൊക്കെ വെളുക്കും. അതിന്റെ പേര് വാർദ്ധക്യമല്ല, മധ്യവയസ്ക്. 5 അതാണ് മധ്യവയസ്ക്. ഹല്ലേലൂയ. 6 വാർദ്ധക്യം തീരെയല്ല. അന്നേരമാണ്
കണ്ണാടിയൊക്കെ വെച്ച് ഇച്ചിരി പതുക്കെ നടപ്പേ, പഴയ പോലെ 4 പൊറോട്ട അകത്തോട്ട് കേറത്തില്ല. അതിന്റെ പേരാണ് വാർദ്ധക്യം. പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നു പോകും. കുഞ്ഞൊന്ന് ഈ വെച്ച ഉറങ്ങും, അതാണ് വാർദ്ധക്യം. ഉറക്കം കുറയും, അതാണ് വാർദ്ധക്യം. അവിടെ അങ്ങനെ തീരുകയില്ല, പിന്നെ അങ്ങോട്ടവൻ പിടിപ്പിക്കും കുറച്ച് വർഷം. ഒടുവിലാണ് പ്രൈസ് ദി ലോർഡ് സഭാപ്രസംഗി പറഞ്ഞ 12 പറയുന്നത് പോലെ വെള്ളിക്കിണ്ണം മുതുവ് തകരും, എല്ലാം പോയി, ഒടുവിൽ പരിസമാപ്തി. അങ്ങനെ 7 സിസ്റ്റം. ഇതാണ് നമുക്ക്. ഈ സിസ്റ്റത്തിൽ നമ്മുടെ ശരീരം ഒരേ സമയത്ത് യുവാക്കന്മാർക്ക് യുവത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദ്രവത്വമുണ്ട്, മോർട്ടാലിറ്റി. നമ്മുടെ ശരീരം ഞാൻ പറഞ്ഞു ദ്രവിച്ചുകൊണ്ടിരിക്കുക. 1 വർഷത്തിനകം നമ്മുടെ ബോഡി മിക്കവാറും എല്ലാം മാറും, ഇല്ലേ? നമുക്ക് ജീവിക്കാനൊക്കത്തില്ല. നമ്മുടെ ശരീരം 100 കോടി കോശം. ഒരു കോശത്തിന്റെ കാലാവധി 120 ദിവസം. അത് കഴിയുമ്പോൾ വേറെ കയറി വരും, നമ്മൾ അറിയുന്നില്ല. നമ്മുടെ തൊലി, ഡെർമറ്റോളജി പഠിക്കുന്നവർക്കറിയാം, ഡോക്ടേഴ്സ് പറയും തൊലി 30-ാം പക്കം മാറും. നമ്മുടെ ആമാശയത്തിന്റെ അകത്തെ ചർമ്മം ലെയർ 5-ാം ദിവസം മാറും. തിങ്കളാഴ്ചത്തത് വെള്ളിയാഴ്ച അവിടെ ഇല്ല. ഉണ്ടാ ഞാൻ മാപ്പിളിച്ച് അതിനകത്ത് ഒരെണ്ണം ഇരിക്കുകയില്ല. അതിനകത്താവ് മാറ്റുന്നത്. അതിനകത്ത് നിന്ന് ഡിസ്പോസിബിൾ കപ്പൊക്കെ കണ്ടുപിടിച്ചത്. നമ്മുടെ ലിവർ 6 ആഴ്ച കൂടുമ്പോൾ കുറേശ്ശെ മാറും. ലിവർ, നമ്മുടെ കാൽഷ്യം, നമ്മുടെ എല്ലാ അസ്ഥി 90 ദിവസം കൂടുമ്പോൾ ഒന്നിച്ചല്ല, കുറേശ്ശെ മാറും. ഇന്ന് വിളിച്ചപ്പോ എത്ര തലമുടി താഴെ പോയ 4 എണ്ണിയോ? ഇല്ല, ആവറേജ് 5 2 ലക്ഷം തലമുടി പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് ഇച്ചിരി കൂടുതൽ. നിങ്ങൾ ഭാഗ്യവതികൾ ആ കാര്യത്തിൽ. പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദ്രവത്വം, മോർട്ടാലിറ്റി. എന്നാൽ ആ ശരീരം ദ്രവത്വമില്ലാത്തത്, ഒരിക്കൽ കിട്ടിയാൽ സ്ഥിരം. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ദ്രവത്വമുള്ള ശരീരത്തെ ഇമ്മോർട്ടൽ ബോഡിയായി മഹത്വമുള്ള ബോഡിയാക്കും. നമുക്ക് 7 വ്യത്യാസം വരും രൂപാന്തരത്തോടുകൂടി. അതിലൊന്നാമത്തെ വ്യത്യാസം ഞാൻ പറഞ്ഞുള്ളൂ, പ്രൈസ് ദി ലോർഡ്, തേജസ്സിന്റെ ശരീരം. ഒരു കാര്യം ഓർത്തോണം, ഐഡന്റിഫിക്കേഷൻ സാധിക്കും. ഇത് കുഞ്ഞമ്മയാ, ഇത് അന്നമ്മയാ, ഇതെന്റെ ഭാര്യയാ, ഇതെന്റെ ഭർത്താവാ, ഇതെന്റെ അച്ചായനാ, ഇതൊക്കെ അറിയാം. പക്ഷെ എന്ന് പറയടി കുഞ്ഞമ്മ ചായ ഇടുതി എന്ന് പറയത്തില്ല. ആ ബന്ധു അവിടെ ഇല്ല, നമുക്കറിയാം. ഇനി ആരാ നമ്മളെ ചേർക്കാൻ വരുന്നത്? നിങ്ങളൊന്ന് സഹകരിച്ച്. ആരാ നമ്മളെ ചേർക്കാൻ വരുന്നേ? ഗബ്രിയേൽ മാലാഖ അല്ലേ? ആരാ നമ്മളെ ചേർക്കാൻ വരുന്നേ? യെസ്, ഉറക്കെ പറ. ഏത് കർത്താവ്? കറക്റ്റ്. നിങ്ങൾ നിഷ്പക്ഷ ഭാഷയിൽ പറയണം. എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഒരു കർത്താവില്ലേ? ഒരു യേശുവിന്റെ പടം ഇല്ലാത്തൊരു സാധാരണ ഇതിൽ ആരും ഇല്ല. കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നമ്മുടെ എല്ലാ മനസ്സിലും ഒരു യേശുവിന്റെ രൂപമുണ്ട്, ഇല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇല്ലേ? ഏതാ മഞ്ഞയും നീലയും ചുമന്ന ഉടുപ്പിട്ട്, മുടി ഇവിടം വരെ വെട്ടി കറക്റ്റ് ആയിട്ടിട്ട്, എണ്ണ വരട്ടാതിങ്ങനെ ബോബി ചെയ്ത്, അല്ലേ? ചിരിക്കത്തുമില്ല, ദുഃഖിക്കത്തുമില്ല, ഒരുമാതിരി വല്ലാണ്ട് നിൽക്കുന്ന ഒരു യേശു. അത് മൈക്കിളേഞ്ചലിന്റെ യേശുവാണ്. ആ യേശു ഒന്നും അല്ല നമ്മളെ ചേർക്കാൻ വരുന്നത്. അതാ നമ്മുടെ വിഷയം. ശ്രദ്ധിക്കുക. കന്യക മറിയാമിൽ നിന്നും പുരുഷന്റെയോ സ്ത്രീയുടെയോ ബന്ധമില്ലാതെ പരിശുദ്ധാത്മാവിൽ ജനിച്ച യേശു. ആ യേശു പരസ്യ ശുശ്രൂഷ ചെയ്തപ്പോൾ എല്ലാവരും യേശുവിനെ കണ്ടു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയാൻ പോകുന്നത്. ഒന്ന് ഉറക്കെ അവനെ ഒന്ന് ഓടിച്ചു വിട്ടേ. എല്ലാം ഇവിടെയാണ് അതിന് എഫക്റ്റ് ഉള്ളത്. അവർക്ക് കൂടുതൽ മനസ്സിലാവും. പാപികൾ കർത്താവിനെ കണ്ടു. പാപിനിയായ ഒരു സ്ത്രീ കർത്താവിന്റെ കാലെ പിടിച്ച് ചുംബിച്ച് തലമുടി കൊണ്ട് തോർത്തി ടച്ച് ചെയ്തു, അല്ലേ? വേറൊരു സ്ത്രീ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. പുരുഷാരം തിക്കി. എല്ലാവരും കൂടെ നടന്നു. ശിഷ്യന്മാരും കർത്താവിനൊപ്പം നടന്നു. ഒടുവിൽ ഇസ്കറിയോത്ത യൂദാ ഒന്ന് ചുംബിച്ചു. ആ യേശു കാൽവറിയിൽ പരസ്യമായി യാഗമായി തന്റെ അവസാന രക്തവും ഒഴുക്കി എന്നുള്ളതിന്റെ തെളിവാണ് ഒടുവിൽ വെള്ളം വന്നത്. എന്നിട്ട് ചാകുകയല്ല ചെയ്തത്. പിതാവെ, നിവൃത്തിയായി, എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഞാൻ പരമേൽപ്പിക്കുന്നു. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരം എന്ന് പറഞ്ഞ യാഗം നടത്താൻ വന്ന യേശു ആ യാഗം നടത്തി തീർന്നിട്ട് തന്റെ ആത്മാവിനെ മക്കൾ ജഡരക്തങ്ങളോട് കൂടി അവരാകൊണ്ട് അവനും ആയത്
ആ പരിപാടി കാൽവറിയിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇറ്റ് ഈസ് ഫിനിഷ്, നിവൃത്തിയായി. തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു. ആ യേശുവിന്റെ പ്രസക്തി കാൽവറിയിൽ തീർന്നു. യേശുവിനെ അടക്കി 3-ാം നാൾ ഉയർത്തു. ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം. പരസ്യ ശുശ്രൂഷയിൽ സമൂഹത്തിലെ സകല ആളുകൾ യേശുവിനെ കണ്ടു. പാപികൾ, വ്യഭിചാരികൾ, ചുങ്കക്കാർ, പരീശന്മാർ, ഭക്തർ, അഭക്തർ, വിമർശിക്കുന്നവർ, അനുഗ്രഹം വേണ്ടിയവർ, രോഗികൾ, ഭൂതബാധിതർ എല്ലാവരും യേശുവിനെ കണ്ടു. എന്നാൽ ഒരു മർമ്മം അറിയാമോ? ഉയർത്ത യേശുവിനെ അവന്റെ ശിഷ്യന്മാരും ശിഷ്യകളും അല്ലാതെ പബ്ലിക് കണ്ടിട്ടില്ല. ദൈവത്തെ സ്തുതിച്ചേ. അത് വലിയ മർമ്മമാ. വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 37 മുതൽ 40 വരെ ഇട്ടിട്ടൊന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 37 to 41. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെയും ഉണ്ടായ വർത്തമാനം നസറനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിലും ഞങ്ങൾ സാക്ഷികളാകുന്നു. അടുത്ത വാക്യം. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. അടുത്തത്. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 3-ാം നാൾ ഉയർപ്പിച്ചു. അടുത്തത് കേട്ടോണം. സകല ജനത്തിനുമല്ല. നോട്ട് ഫോർ ദ പബ്ലിക്. കരങ്ങളെ ഉയർത്തി സ്തുതിച്ചേ. സകല ജനത്തിനുമല്ല. അടുത്ത വാക്യം. ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ ഉയർത്ത യേശുവിനെ തന്റെ ശിഷ്യന്മാരും ശിഷ്യകളുമല്ലാതെ പബ്ലിക് കണ്ടിട്ടില്ല. 500-ലധികം പേർ ഒന്നിച്ചു കണ്ടു. പക്ഷെ ആരാ? എല്ലാ ശിഷ്യന്മാരും. ഈ യേശു പബ്ലിക്കിന് കാണാനുള്ള യേശു അല്ല. പബ്ലിക് കാണാനുള്ള യേശുവിന്റെ പ്രസക്തി കാൽവരി ക്രൂശിൽ തീർന്നു. കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്ത പുരുഷ സ്ത്രീ സമ്പർക്കമില്ലാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഹ്യൂമൻ DNA ഇല്ലാതെ, സ്ത്രീയുടെ DNA ഇല്ലാതെ, പുരുഷന്റെ DNA ഇല്ലാതെ വചനം മാംസമായ യേശു കാൽവരി ക്രൂശിൽ യാഗമായി കഴിഞ്ഞപ്പോൾ ആ യേശുവിന്റെ പ്രസക്തി പാപമരണം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ തീർന്നു. ഉയർന്നത് ആരാന്നറിയാമോ? അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലതും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമായ ദൈവം തന്നെ. അതാണ് കർത്താവ് പറഞ്ഞ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നത്രേ. ഉയർത്ത യേശു പിതാവിന്റെ തേജസ്സിലാണ്. ഇനി വരാൻ പോകുന്നത് ആ യേശുവാ. മുമ്പേ കണ്ട മഞ്ഞ നീല ഉടുപ്പുള്ള യേശു അല്ല. ഈ യേശുവിനെ ആ യോഹന്നാൻ കണ്ടിട്ട് മരിച്ചവനെ പോലായത്. അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, കാല് വെള്ളോടുന്ന സദൃശ്യം, തലയും തലമുടിയും വെളുത്ത രോമം കൊണ്ടുള്ളത്, ഇരുവായ്ത്തലുള്ള വിരുവായ്ത്തലുള്ള മൂർച്ചയേറിയ വചനമാകുന്ന ആ വായിൽ നിന്ന് വരുന്നവൻ. ആ യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ പണ്ട് മാറോട് ചാരിയിരുന്നവനാ. ഇപ്പൊ തേജസ് കണ്ടപ്പോ ഉണ്ടല്ലോ താഴെ വീണു. ആ യേശു വരാൻ പോകുന്നത് എങ്ങനെ? പിതാവിന്റെ മഹത്വത്തോടെ. പിതാവിന്റെ എല്ലാരും ഒന്ന് പറഞ്ഞ പിതാവിന്റെ. ചിന്തിക്കാനാ. പിതാവ് പണ്ടൊരിക്കൽ ഭൂമി വന്നു മഹത്വത്തിൽ. ഭൂമിക്ക് താങ്ങാവത്തില്ല. 7 സംഭവം ഉണ്ടായി. അത് തന്നെ ഉണ്ടാകാൻ പോവുക. റാപ്ചറിലേക്ക് വരിക. പിതാവ് ഒന്ന് വന്നു. എന്തിനാണെന്നറിയാവോ? ഒറ്റ സ്ഥലത്തേ വന്നുള്ളൂ. സീനായി, സൗദി അറേബ്യയുടെ വടക്കേറ്റത്തെ മലയിലൊന്ന് ഇറങ്ങി തന്റെ ജനത്തിന് സ്ലേറ്റിൽ എഴുതാൻ കൽപ്പന എഴുതാൻ വന്നു. ഒറ്റ സ്ഥലത്ത് സീനായി, ഏതാ സൗദി അറേബ്യയുടെ വടക്കേറ്റത്ത് ഒന്നിറങ്ങി. മോശ പറഞ്ഞു എന്റെ മുട്ടു കൂട്ടിയടിക്കുന്നു. ജനം പറഞ്ഞു എന്റെ പൊന്ന്, ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. വായിക്കാം. 7 സംഭവം. അതാണ് നമ്മുടെ ക്ലൂ. പുറപ്പാട് 19:16. പുറപ്പാട് 19:16. 19:16. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ 1 ഇടിമുഴക്കം, 2 മിന്നൽ, 3 പർവ്വതത്തിൽ കാർമേഘം, 4 കാഹളം. അടുത്ത വാക്യം.
ജനമൊക്കെ നടുങ്ങി. അടുത്തത് ആ തീർന്നില്ല, ഇനി 3 കാര്യങ്ങളുണ്ട്. അടുത്ത വാക്യം. അടുത്തത് 5 തീയെ പുക കൊണ്ട് 6 പുക. അടുത്തത് ഭൂമി ഉലുക്കം, ഇടി, മിന്നല്, തീനാളം, പുക എല്ലാം ഒന്നിച്ചു വന്നു. ഇടി, നിങ്ങൾ ആ വാക്യം വീട്ടിൽ പോയി വായിച്ചോണം. 7 കാര്യങ്ങൾ കാണാം. ഇടി, മിന്നൽ, കാഹളം, കാർമേഘം, പുക, ഭൂമി ഉലുക്കം, തീ. എപ്പോൾ? സീനായി പർവ്വതത്തിൽ മാത്രമേ യഹോവ ഇറങ്ങി. അവിടെ മാത്രമേ ഇസ്രായേലൈറ്റ്സ് ഉള്ളൂ. അതേ യഹോവയുടെ തേജസ്സോടുകൂടി നമ്മുടെ കർത്താവ് വരാൻ പോകുന്നത് ലോകത്തിലെ 197 രാജ്യത്തിലും ദുബൈയിലും അമേരിക്കയിലും കേരളത്തിലും യൂറോപ്പിലും എല്ലാം അവന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ ചിതറി താമസിക്കുന്നുണ്ടെങ്കിൽ ഈ 197 രാജ്യങ്ങളിലും തന്റെ മക്കളെ ചേർക്കാൻ വരുമ്പോൾ മുഴുവൻ ലോകത്തിലും ഈ 7 പ്രതിഭാസം ഉണ്ടാകും. പലരും കർത്താവ് വരും, വിശുദ്ധന്മാര് പോകും, പിറ്റേ ദിവസം ഇതെല്ലാം നടക്കും. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് പാമ്പാടി ഒരു സ്ഥലമുണ്ട്, കോട്ടയത്തിന് കിഴക്ക് പാമ്പാടി, അവിടെയുള്ള ഏതാണ്ട് 24 പെന്തക്കോസ്റ്റൽ സഭകൾ ചേർന്ന് ഐക്യമായിട്ട് ഒരു മീറ്റിംഗ് നടത്തി. പബ്ലിക്കിന് വേണ്ടിയിട്ടാ. പഞ്ചായത്ത് സ്റ്റേഡിയം വാടകയ്ക്ക് എടുത്ത് കർത്താവിന്റെ വരവ് പബ്ലിക്കിനെ അറിയിക്കാൻ ഈ 4 ദിവസവും ചെറിയവനായി ഞാൻ ശുശ്രൂഷിക്കുന്നു. 2ാമത്തെ ദിവസം കർത്താവിന്റെ വരവിനെ കുറിച്ച് അടയാളമെല്ലാമായിട്ട് 3ാം ദിവസം ഇതുപോലെ പറയാനിരിക്കുക. അവിടെ ചെന്നു. അവിടുത്തെ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ദിവസയുടെ പാസ്റ്ററുടെ വീട്ടിലാണ് അല്പസമയം ചായ കുടിക്കാനിരുന്നു. ഉടനെ പാസ്റ്റർ പറഞ്ഞു, ദൈവദാസനെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ നേരത്തെ അവിടെ വന്നിരിക്കുക, പേഴ്സണലായിട്ട് കാണാൻ. ഞാൻ പറഞ്ഞു വിടാൻ പറഞ്ഞു. പുള്ളി വന്നു. അപ്പൊ പുള്ളിയുടെ ചോദ്യം, സാറേ ഇന്നലെ രാത്രി സാറ് പറഞ്ഞു കർത്താവ് വരും, എന്തേ? സാറ് പറഞ്ഞു, സാറ് പോവോ? ഞാൻ പറഞ്ഞു ഞാൻ പോവും. ഉടനെ എന്നോട് ചോദ്യം, സാറേ ആ റോഡിൽ കിടക്കുന്ന ഹുണ്ടായി വർണ്ണ കാർ ആരുടെയാ? ഞാൻ പറഞ്ഞു എന്റെയാ. എത്ര ആളായ മേടിച്ചിട്ട്? ഞാൻ പറഞ്ഞു ഈ വർഷം മേടിച്ച് 5-8 മാസമേ. സാറും പോകും, അമ്മാമയും കൂടെ പോകും, ഞങ്ങൾ രണ്ടും പോകും. ഞാൻ പറഞ്ഞു അപ്പൊ ഈ കാർ ആർക്കാം? ബുദ്ധിയുള്ളവനാണ്. ഞാൻ പറഞ്ഞു എന്റെ മോൻ എടുത്തു. അടുത്ത ചോദ്യം, എല്ലാ പെന്തിക്കോസ്തുകാരും പോവോ? ഞാൻ എനിക്കറിയാൻ മേല, വചനപ്രകാരം ജീവിക്കുന്നവരെല്ലാം പോകും. ഞങ്ങളുടെ വീടിനടുത്തൊരു അമേരിക്കക്കാരൻ പെന്തിക്കോസ്തുകാരുണ്ട്. ഒരു പടുകൂറ്റൻ വീട് നിർമ്മിച്ചിട്ടിട്ടുണ്ട്, കൂട്ടിയിട്ടിട്ട് വാച്ചറെ വെച്ചിരിക്കുക. 2 വർഷം കൂടുമ്പോൾ 3 ആഴ്ചത്തേക്ക് വരും, പിന്നെ പോകും. കർത്താവ് വരുമ്പോൾ പുള്ളി പോകുവോ? ഞാൻ പറഞ്ഞു അമേരിക്കക്കാരനായോണ്ടൊന്നും പോകുമെന്നൊന്നുമില്ല, വചനപ്രകാരം ജീവിച്ചാൽ പുള്ളി പോകും. അപ്പൊ ഈ വീടോ? ഞാൻ പറഞ്ഞു മോനെടുത്തു. അവൻ എന്നാ സന്തോഷമായെന്നറിയോ? അന്ന് രാത്രിയിൽ അവൻ കരമുയർത്തി കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. അവൻ ധരിച്ച നമ്മളെല്ലാം പോയി ഇതെല്ലാം എടുക്കാവുന്ന. അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തം ഈ ഭൂമിയിൽ ഈ തലമുറയിൽ സംഭവിക്കും. തലമുറ ഞാൻ പിന്നീട് തെളിയിക്കാം. ഈ ഹോളിനകത്ത് ട്രിനിറ്റി ചർച്ചിനകത്ത് എന്തോ സംഭവിച്ചെന്ന പാർക്കിംഗ് ലോട്ടിൽ അറിയത്തില്ല. ഇടി, മിന്നൽ, തീയ്, ഭൂമി ഉലുക്കം, കാഹളം, പുക, സകല പരിപാടി ഒന്നിച്ച് ലോകം മുഴുവൻ. തീർന്നില്ല. 104 സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, അവൻ മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. ദൈവത്തിന്റെ വാഹനം ആ മേഘം. ഇവിടെ പാർക്കിംഗ് ലോട്ടിൽ കിടക്കുന്ന കാറുകളെല്ലാം കിടപ്പുണ്ട്. ഓരോ കാറും കാണും ഇന്നയാളിന്റെ. നിസ്സാൻ കണ്ടാൽ എനിക്കറിയാം യോർച്ചാന്റെയാ. ആ വേറൊരു നിസ്സാൻ കണ്ട എനിക്കറിയാം റെജി ബ്രദറിന്റെ പരിചയമുണ്ട്. ആ ഓരോ കാറും കാണുമ്പോൾ അറിയാം ഇന്നയാളിന്റെ, നമുക്കറിയാം ഇല്ലേ? അണ്ട് അത് ഗരസീം ഭാഷയുടെ കാറാ. ഇതുപോലെ എന്റെ കർത്താവിന്റെ വാഹനത്തിന്റെ പേരാ മേഘം. അത് കണ്ടോണ്ടാ പൗലോസ് പറഞ്ഞത് നാം ഇങ്ങനെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നിങ്ങൾക്ക് വളരെ സാരസ്യമുള്ള കാര്യം ഞാൻ പറയാം. പട്ടിണി കിടന്ന യാക്കോബ് അരി വീണില്ല, ആകെ ക്ഷാമം, വരൾച്ച. അവിടെ അങ്ങ് അരിയില്ല, ആകെ ക്ഷാമം. അപ്പോൾ അവർ ഈജിപ്തിൽ അരി കണ്ട് ഫ്രീ റേറ്റിൽ കൊടുക്കുന്നു. 11 ദിവസം നടന്നാൽ ഈജിപ്തിൽ ചെല്ലാം. യാക്കോബ് താമസിക്കുന്നിടത്തുനിന്ന് 11 ദിവസം നടന്നാൽ മതി, അങ്ങോട്ട് 11 ഇങ്ങോട്ട് വേണം. 22 ദിവസം കൊണ്ട് വരാം. മക്കളെ പറഞ്ഞു വിട്ടു. മക്കളെ അരി മേടിക്കാൻ വിട്ടതാ. അപ്പൊ വേണമെന്നും 22 വരണം. ഈ അരി ഇല്ലാഞ്ഞിട്ട് വിട്ടതാ. പോയപ്പം മുതൽ ഈ അപ്പന് ടെൻഷൻ. ഇതൊന്നും ഗുണം പിടിച്ചതല്ല. ഗോത്രപിതാവ് ആ മൂപ്പനാന്നൊക്കെ പേരേ ഉള്ളൂ, കയ്യിലിരിപ്പ് വേറെയാ.
ബൈബിൾ അങ്ങനെയാ പറയുന്നത്. ഇവർ വെളിയിലോട്ട് പോകുമ്പോൾ ബൈബിളും കൊണ്ടല്ല നടക്കുന്നത്. ഒരുത്തന്റെ ഇടികെട്ട, ഒരുത്തന്റെ സൈക്കിൾ ചെയിൻ, ഒരുത്തന്റെ മുളക് പൊടി. ശിമയോന്റെ ലേവിയുടെയും വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എവിടെ ചെന്നാൽ അടി നടത്തും. ശേഖേമിൽ ചെന്ന് കൊലപാതകം നടത്തി എവിടെ ചെന്നാൽ അടി നടത്തും. അത് കാരണം വിടാതിരിക്കാനോ വരിയില്ല. വിട്ടത് അപ്പൊ വിട്ടപ്പം മുതൽ അപ്പന് ടെൻഷൻ. ഇനി ഒന്ന് വന്ന് നിന്റെയൊക്കെ തല കണ്ടാലേ പുള്ളിക്ക് ഉറക്കം. ഭാര്യമാർക്ക് അതിനേക്കാളപ്പുറത്തെ ടെൻഷൻ. അവരും പക്ഷേ അറിയാവോ, അരി കൊണ്ടുവന്നില്ലേലും പോയ ഷേപ്പിൽ ഇങ്ങനെ വന്നാൽ മതിയായിരുന്നു. ഒട്ടുപാത്രം വരാതെ വെള്ളം തിളപ്പിച്ച് ചൂട് പിടിക്കാനും കുഴപ്പ് തേക്കാനും ഒന്നും ചില ദിവസങ്ങളിൽ, ചില പ്രത്യേക ദിവസങ്ങളിൽ ചില മാന്യരായിട്ടുള്ള സ്ഥലം എന്നെ വിളിച്ചു പറയും, സാറേ ഒന്ന് പ്രാർത്ഥിച്ചോണ്ട് ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങളുടെ അച്ചായന്റെ പെയിന്റ് പോകരുത്, ഞങ്ങളുടെ കാറിന്റെ പെയിന്റ് പോകരുതെന്ന് പറയും. ഇവർക്ക് ഈ ടെൻഷൻ. പോയ ഷേപ്പിൽ ഒന്ന് വന്നാൽ മതിയായിരുന്നു. ചൂടുപിടി, അവിടെ ചൂടുപിടി, തിരുമടി എന്ന് പറയാൻ വല്ലോട്ടെ തല്ലും കൊണ്ടുവച്ച് വരരുത്. വരേണ്ട സമയമായിട്ട് കാണുന്നില്ല, ടെൻഷൻ തീർത്തു. അന്നേരം വെറും കട്ട റോഡാ, പൊടിമണ്ണ് പൊങ്ങുന്ന, അവിടുത്തെ കൂടിയ വാഹനം പോകുന്നത് കാളവണ്ടിയാ. അപ്പൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കേട്ടോണേ, അന്നേരം വരുന്നതാ സ്വർണ്ണരഥം. ജീവിതത്തെ കണ്ടിട്ടില്ല, ഗോൾഡൻ കാരിയറ്റ്. ഇത് കാണാൻ ഈ അപ്പനും മരുമങ്ങളും കൂടെ ഇറങ്ങി നിന്ന് കാണും. സ്വർണ്ണരഥം വരികയില്ല. ആരാ കാണാത്തത്? അതിനകത്ത് നോക്കി വരുന്ന ആരാ? ഈ പുള്ളികളാ അരി മേടിക്കാൻ പോയില്ല സ്വർണ്ണരഥത്തെ. ഹാർട്ട് അറ്റാക്ക് ഉള്ള കാലമല്ല അല്ലേ അന്ന്. യാക്കോബ് കാർഡിയാക് അറസ്റ്റ്. ഈ അപ്പന്റെ ഭാര്യമാരുടെ മുഖം കണ്ടപ്പോ ഇവർ ചാടി പറഞ്ഞു, അച്ചായ പേടിക്കണ്ട, ഭാര്യമാരുടെ റോസമ്മ കുഞ്ഞമ്മ പേടിക്കണ്ട, ഞങ്ങൾ ഒരു കുഴച്ചിലും കാണിച്ചതല്ല. നമ്മുടെ പ്രധാനമന്ത്രി ഈജിപ്തിൽ, നമ്മുടെ സഹോദരൻ ഈജിപ്തിൽ പ്രധാനമന്ത്രി. കേട്ടോണോ, നിങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ നിങ്ങളെ കൊണ്ടിയല്ലാൻ രാജാവ് തിരുമേനിയുടെ രഥം അയച്ചതാ. ദൈവമക്കളെ, അതൊരു നിഴലാ. ഒരു വിജാതീയ രാജാവ് തന്റെ പ്രധാനമന്ത്രിയുടെ സഹോദരന്മാരുടെ ഭാര്യമാരെ കൊണ്ടിയല്ലാൻ തന്റെ രഥം അയച്ചെങ്കിൽ രാജാക്കന്മാരുടെ രാജാവായ ഹല്ലേലൂയ നമ്മുടെ കർത്താവേ തന്റെ കാന്തയായ മണവാട്ടിയെ കൊണ്ടിയല്ലാൻ തന്റെ രഥം അയച്ചു കഴിഞ്ഞു. തന്റെ രഥം അയച്ചു കഴിഞ്ഞു. ഒരു വിവാഹം നടക്കുന്ന അന്ന് രാവിലെ എന്ത് കാറാ വീടിന്റെ വാതിൽക്ക് വന്ന് കിടക്കില്ലേ? അതിലൊരു കാറിനകത്ത് മാത്രം ആരും കയറത്തില്ല. പ്രാർത്ഥിച്ച ഡാനി പാസ്റ്ററും കയറത്തില്ല, ജോർജാനും കയറത്തില്ല, ജനസീം പാസ്റ്ററും കയറത്തില്ല. ഒരു കാർ ഏതാ? 2 എവർഗ്രീൻ പോകർ വെച്ചൊരു കാർ അല്ലേ? അത് ആർക്ക് കയറാനുള്ളതാ? മണവാട്ടിക്ക്. അത് തലേ ദിവസം കൊണ്ട് ഇടത്തുമില്ല, അന്ന് രാവിലെ കൊണ്ടിടത്തുള്ളൂ. നിങ്ങൾക്കറിയാവോ ഇടിയും മിന്നലും എന്തുകൊണ്ട് വർദ്ധിക്കുന്നു? ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇടിയും മിന്നലും പാടില്ല. തത്വത്തിൽ തണുപ്പ് രാജ്യങ്ങളിൽ പാടില്ല. അമേരിക്ക, അലാസ്ക, സോവിയറ്റ് റഷ്യ, ഇംഗ്ലണ്ട് ഇവിടെങ്ങും പാടില്ല. ഇത് ഉഷ്ണമേഖല രാജ്യങ്ങളിലേ ആകാവുള്ളൂ. സയൻസ് കണ്ടുപിടിച്ചു. മേഘങ്ങൾ തമ്മിൽ കൂട്ടിയിടുമ്പോഴാണ് ഇടിയും മിന്നലും. അകാലത്തിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഇടിയും മിന്നലും? മേഘങ്ങളുടെ അടുക്കുകൾക്ക് വ്യത്യാസം ഉണ്ടായി. അതുകൊണ്ടാണ് തണുപ്പ്. ഗൾഫിൽ പോയി വല്ലപ്പോഴും ഒരു ഇടി ഉണ്ടോ? അച്ഛാ ഉണ്ടോ? ഭാഷ ഉണ്ട്. എന്താ കാര്യം എന്ന് കേട്ടോണം. ഇവിടെ ഇടി വരാൻ പാടില്ല. ഇവിടെ മേഘങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ പാടില്ല. തണുപ്പ് രാജ്യത്തിൽ പാടില്ല, കാരണം അവിടെ ചൂടില്ല. എന്നാൽ സയൻസ് കണ്ടുപിടിച്ചു മേഘങ്ങളുടെ അടുക്കുകൾക്ക് ഒരു വ്യത്യാസം. അതുകൊണ്ടാണ് കൂട്ടിമുട്ടും. വെള്ളപ്രദേശങ്ങളിൽ നിന്ന് വന്നവർക്ക് മനസ്സിലാക്കത്തക്ക രീതി പറയാം. പമ്പാ നദിയോ വേറെ ഒരു നദിയോ നിങ്ങൾ കണ്ടേ? നദിയുടെ സൈഡിൽ കൊച്ചു കൊച്ചു വള്ളങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട്, കൊതുമ്പ് വള്ളങ്ങൾ. നദിയുടെ നടുക്കൂടെ ഒരു പടുകൂറ്റൻ ബോട്ട് പാസ് ചെയ്ത് പോട്ട വേഗം. ഈ ബോട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ ചിറ്റോളം ഇങ്ങോട്ട് വന്നിട്ട് കൊച്ചു വള്ളങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? ഒലയും. ഇതുപോലെ സയൻസ് കണ്ടുപിടിച്ചു ഒരു പടുകൂറ്റൻ മേഘം ആകാശത്തിന്റെ അങ്ങ് മേളിലെത്തിക്കഴിഞ്ഞു. ആ മേഘത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ മേഘങ്ങളും കിഴക്കുനിന്നും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ ഈ ഒരൊറ്റ മേഘം മേളിൽ നിന്ന് താഴോട്ട് വരുന്നു. ആ മേഘത്തിനകത്ത് ഓക്സിജൻ ഉണ്ട്, ക്യൂമിനോനിംബസ് എന്ന് പറയും. ആ മേഘം എങ്ങനെയാണെന്നറിയാമോ? ഓരോ ഇഞ്ച് താണോടിക്കുന്നു. ആ പടുകൂറ്റൻ മേഘം, സകല മേഘങ്ങളുടെ നീളം മാക്സിമം 15 കിലോമീറ്റർ. ഈ മേഘത്തിന് 15,000 20,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള മേഘം വളരെ താഴുമ്പോൾ ആ പ്രഷർ കൊണ്ട് കൊച്ചു മേഘങ്ങൾ ഒലഞ്ഞിട്ട് ഇടിയും മിന്നലും വരുമ്പോൾ അപകടമുണ്ടെങ്കിലും ഒരു സന്തോഷ വാർത്ത പറയാം, എന്റെ പ്രിയന്റെ വാഹനം മേളിൽ വന്നു കഴിഞ്ഞു. ദുബായിൽ നിന്ന് കയറി എമിറേറ്റ്സ് ഫ്ലൈറ്റിലോട്ട് കയറി അങ്ങോട്ട് 35,000 അടി പൊക്കത്തി വരും. ആ 35,000 അടി പൊക്കത്തി വന്നിട്ട് ആ പൊക്കത്തി നേരെ താഴോട്ട് ചാമ്പുകല്ല. അറേബ്യങ്ങളിൽ പകുതി മുക്കാലായി കഴിയുമ്പോൾ ലാൻഡിങ്ങിന് 1 മണിക്കൂർ മുമ്പ് 30,000 29,000 25,000 താണ് എയർപോർട്ടിന്റെ മേളിൽ വന്ന് 500 100 ഒടിയിൽ ഒരടിയിൽ
എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്യുന്ന പോലെ കാന്തയെ ചേർക്കുന്ന മേഘം ക്യൂമിനോനിംബസ് ആകാശത്തിന്റെ മുകളിലത്തെ തട്ടിൽ ലോകത്തിൽ മുഴുവൻ ദൃശ്യമായി ഓരോ ഇഞ്ചും താഴുമ്പോൾ മറ്റു മേഘങ്ങൾ കൂട്ടിമുട്ടി ഇടിയും മിന്നലും വരുമ്പോൾ ഓർത്തുകൊള്ളുക, എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ മേഘമായി വെച്ചു. തന്റെ കാന്തയെ ചേർക്കുവാൻ തമ്പുരാന്റെ മേഘമായി വെച്ചു. സ്തോത്രം. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാ റാപ്ചർ. അപ്പൊ ഇടി മിന്നൽ മേഘമെല്ലാം വന്നു. ഏറ്റവും പരമപ്രധാനം സ്തോത്രം 2 രാജാക്കന്മാർ 2:11. 2 രാജാക്കന്മാർ 2:11 നമ്മുടെ രൂപാന്തരം കാണിക്കാൻ പോവുക. എങ്ങനെയാണ്? വേഗം വായിച്ച് 2 രാജാക്കന്മാർ 2:11. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഏലിയാവും എലീശായ്ക്കും മറ്റ് പ്രവാചക ശിഷ്യന്മാർക്കെല്ലാം മനസ്സിലായി ദർശനമുണ്ട്, ഞങ്ങളുടെ യജമാനെ ഇന്ന് എടുക്കും. അതിനാ എലീശായോട് പറയുന്നുണ്ട്, എലീശ നീ ഇവിടെ താമസിച്ച് ഞാൻ ബദലിൽ പോയി ഞാനും വരുവച്ചായ, ഞാനിവിടുന്ന് കൂറ്റിന് പോവുക, ഞാനും വരുവച്ചായ, ഇങ്ങനെ പുറകെ പോവുക. ഒടുവിൽ ചെന്നു. ഒടുവിലത്തെ ലാസ്റ്റ് പോയിന്റ് 11. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ. അഗ്നിയും ഭക്ഷിച്ചും വന്ന് ആ. അവരെ തമ്മിൽ വേർതിരിച്ചു. അടുത്തത് കേട്ടു. ഏലിയാവ് ചുഴലിക്കാറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി. ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. ദൈവമക്കളെ, ഈ ലോകത്തിൽ 960 ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിഭാസം എന്താ? ഒരു ശാസ്ത്രത്തിനും നേരിടാൻ ഭയമുള്ളത്, ഒരു രാജ്യത്തിനും ഫേസ് ചെയ്യാൻ സാധിക്കാത്ത പ്രതിഭാസത്തിന്റെ പേരാണ് സൈക്ലോൺ, ടൊർണാഡോ. ടൊർണാഡോയുടെ അനുഭവം ഞാൻ പറയാൻ പുറകെ. എന്താണ് ടൊർണാഡോ? എങ്ങനെയുണ്ടാവും? 23 ഡിഗ്രി ചൂട് മതി കടലിൽ വെള്ളം നീരാവിയാകാൻ. 23 ഡിഗ്രി ചൂട് മതി. 30 ഡിഗ്രി ആയാൽ കടലിന് ചൂട് കൂടും. 40 ഡിഗ്രി ആയാൽ അതിനേക്കാൾ ചൂട് കൂടും. അപ്പോൾ മേഘങ്ങൾ മേലോട്ട് കയറും, നീരാവി. 10 മേഘമാണ്. 30-32 ഡിഗ്രി ചൂട് വരുമ്പോൾ കയറുന്ന മേഘത്തിന്റെ പേരാണ് സ്ട്രാറ്റസ്. അതിനകത്ത് ജലഗണങ്ങൾ കുറവായി ഇങ്ങനെ പോകും. 40-നും 45-നും 50 ഡിഗ്രിയൊക്കെ ചൂടായി കഴിയുമ്പോൾ ഒരുപാട് ജലഗണങ്ങൾ കയറും. അതിന്റെ പേരാ നിംബോ സ്ട്രാറ്റസ്. അതാണ് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന കറുത്ത മഴമേഘം. അത് പൊങ്ങുന്നത് കാണുമ്പോൾ ആ മെട്രോളജിസ്റ്റ് കമ്പ്യൂട്ടറിൽ കാറ്റിന്റെ സ്പീഡ് പഠിച്ചിട്ട് ഇന്നടത്ത് മഴ പെയ്യുമെന്ന് പറയുന്നത്. എന്നാൽ 50 ഡിഗ്രിക്ക് മേളിലായി കഴിഞ്ഞാൽ, കടലിന്റെ മേളിലെ ചൂട് ശക്തമായാൽ, കടൽ ഒന്നിച്ച് വളരെ സ്പീഡിൽ നീരാവിയായിട്ട് മേലോട്ട് പോകുമ്പോൾ ആ സ്പീഡ് നിമിത്തം അന്തരീക്ഷത്തിലെ പൊടിയും കൂടെ കയറി ചെല്ലും. ആ പൊടിയോടെ കയറി ചെല്ലുന്ന മേഘത്തിന്റെ പേരാണ് സീറസ്. ഈ പൊടി മേലോട്ട് കയറി ചെല്ലുമ്പോൾ ജലഗണങ്ങൾ അത് പൊതിയും. ശ്രദ്ധിച്ചോണം, പൊടി മേലോട്ട് സ്പീഡിൽ കയറും, വെള്ളം പൊതിയും. വെളി ചെല്ലുമ്പോൾ അത് തണുക്ക് ഐസാകും. അതിനാ നമ്മൾ മലയാളത്തിൽ പറയും ആലിപ്പഴം, ഇംഗ്ലീഷിൽ ഹെയ്. സീറസ് എന്ന മേഘം കയറുന്നതാ. നിംബോ സ്ട്രാറ്റസ് സാധാരണ മഴമേഘം, സീറസ് ആലിപ്പഴം. ഇവര് തമ്മിൽ ഭയങ്കര പോരാ, നാത്തും പോര്. പഴയ കാലത്ത് അമ്മായിയമ്മയും മരുമകൾ തമ്മിൽ പോര്. ഇപ്പം നടക്കത്തില്ല. അമ്മായിയമ്മയും മരുമകൾ വരച്ചവരെ നിർത്തും. ഒരമ്മായിയമ്മയുടെയും കളി മരുമകളിരിക്കാൻ നടക്കത്തില്ല. കാരണം മരുമകൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ പറയും. നാത്തുമാർ തമ്മിൽ ഇപ്പോൾ ഉടക്കും. നമ്മുടെ അല്ല, ലോകത്തിൽ നമ്മുടെ ഇല്ലേ, നമ്മളിൽ ഉണ്ടാകരുത് അങ്ങനെ. ഇവർ തമ്മിൽ പോരാ, ഇവർ തമ്മിൽ ഒരയുന്നതാണ് ലൈറ്റ്നിങ്. അതാണ് 23,000 ഡിഗ്രിയിൽ വായു ചൂടാവും, പൊട്ടും. അതാ ഇടി. അത് കഴിയുമ്പോഴാണ് നമ്മുടെ വിഷയം. സീറസ് മേലോട്ട് കയറി ഇവർ തമ്മിൽ ഒരഞ്ഞു കഴിഞ്ഞ് മുട്ടിയാൽ മഴമേഘങ്ങളെല്ലാം താഴോട്ടും പോരും. ഇത് ഈ കാറ്റിങ്ങനെ ഈ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന വള പോലെ മേലോട്ട് പോകും. അതിന്റെ സർക്കിൾ ഷേപ്പിൽ മേലോട്ട് പോകും. അതാണ് സൈക്ലോൺ, അതാണ് ടൊർണാഡോ. അത് പോയാൽ പോകുന്നതിനേക്കാൾ 10 മടങ്ങ് സ്പീഡിൽ താഴോട്ട് വരും. വന്നാൽ ഈ ഭൂമിക്ക് അത് താങ്ങാനൊക്കത്തില്ല. ചില കണക്കുകൾ ഞാൻ പറയാം. 979 അമേരിക്കയിലെ കെൻസാസിൽ ഒരു ചുഴലിക്കാറ്റടിച്ചു. 88 ബോഗി ഉണ്ടായിരുന്ന ഒരു ട്രെയിൻ ഇഞ്ചൻ സഹിതം പൊക്കിയെടുത്ത് മാറ്റിവെച്ചു. ആ പാളം പറത്തിക്കൊണ്ട് പോയി. അതേ കെൻസാസിൽ പിന്നൊരു ചുഴലിക്കാറ്റ്, അവരുടെ കണക്കിന് 3 മൈൽ, ഇന്ത്യൻ കണക്കിന് 4.5 കിലോമീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് പാലം പറിച്ചോണ്ടും പോയി. ആ വെള്ളം, ആ നദി വറ്റിപ്പോയി. നിങ്ങൾ ചിലരെങ്കിലും TV വഴി കണ്ടു കാണും. അമേരിക്കയിലെ ഫ്ലോറിഡയിലും ഒർലാൻഡോയിലും അടിച്ച ചുഴലിക്കാറ്റ്
അതിനവർ പേരിട്ടു റീത്ത കത്രീന. അടിച്ച് അടി ലക്ഷങ്ങൾ വീടില്ലാതെ മാറി. ഞാൻ ഹൂസ്റ്റണിലെ TV വഴി നേരിട്ട് കണ്ടു. സകല ഇലക്ട്രിക് പോസ്റ്റ് എതിലേ പോയെന്ന് കണ്ടില്ല. കഴിഞ്ഞ ഏപ്രിൽ എന്റെ നഗ്ന നേത്രം കൊണ്ട് ഞാൻ ഒരു കാഴ്ച കണ്ടു. TVക്കാർ ആസിസ്റ്റീസ് എടുത്ത് കാണിച്ചു. ഞാനും വൈബ് ചിക്കാഗോയിൽ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ കർത്താവ് കാണിക്കുക. ടെക്സാസിലത് ചുഴലിക്കാറ്റ്. 18 വീലുള്ള ഒരു ട്രക്ക്. അതിന് അവര് പറഞ്ഞ 18 വീലർ പടുകൂറ്റൻ ട്രക്കാ. അത് കാണുമ്പോൾ അമേരിക്കക്കാർ പോലും വഴി മാറിയിരിക്കും. അത്ര ഉല്ലൻ സാധനമാ. 18 ടയറാ. ഇവിടെയും കാണുമായിരിക്കും അത്. 18 വീലുള്ള ഒരു ട്രക്ക് ഈ ചുഴലിക്കാറ്റ് അടിച്ചിട്ട് പൊക്കി 40 അടി പൊക്കത്തിൽ. 18 വീലർ വിത്ത് ഗുഡ്സ്. അതിലെ ഡ്രൈവർ 2 കൈയും പൊക്കി പിടിച്ചിരിക്കുന്നത്. അല്ലെലിയ പറയല്ല എന്നെ രക്ഷിക്കണേ എന്ന്. കഴിഞ്ഞ നവംബറിൽ സമ്പൽ സമൃദ്ധ പട്ടണമായ അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള സഹോദരിമാരും മറ്റും പെട്ട പാട്. അവിടെ അടിച്ച ചുഴലിക്കാറ്റിന്റെ പേരാ സാൻഡ്രി. ഒരു കുപ്പി മിനറൽ വെള്ളത്തിന് ദാഹിച്ചു. എന്റെ ഒരു സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കേ, വൈഫ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു, എനിക്ക് അവളെ കളക്ട് ചെയ്യാൻ പോണം, 2 കാലം പെട്രോൾ വേണം, ഞാന് 4 മണിക്കൂറായി ക്യൂ. അവളെ ഡ്യൂട്ടി വിട്ട് ഇറങ്ങും മുന്നേ ഒന്ന് ചെന്ന് പെട്രോൾ കിട്ടാൻ കൊണ്ടുപോകാൻ പ്രാർത്ഥിക്കുക. കാരണം വൈദ്യുതി ഇല്ല, തീർന്നു. ഒറ്റ ചുഴലിക്കാറ്റാ. ആ സമ്പന്ന രാജ്യത്തിൽ കർത്താവ് അടിച്ചു കാണിച്ച ലോകം കണ്ടോളാനാ. ഒരു കുപ്പി വെള്ളത്തിന് ജനം ദാഹിച്ചു. ഒരു വീട്ടിലും വൈദ്യുതി ഇല്ല. പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുള്ള അമ്മമാര് ചില എന്നോട് ഒരാൾ പറഞ്ഞത്, ജനറേറ്റർ കൊണ്ട് പ്രവർത്തിച്ച വാൾമാർട്ടിൽ പോയി കിടന്ന സൂപ്പർ മാർക്കറ്റിൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ ഒരു മാന്യതയും നോക്കിയില്ല. ഭക്ഷ്യവസ്തുക്കളില്ല, കറണ്ടില്ല. മൻഹാട്ടൻ അമേരിക്കയുടെ ബിസിനസിന്റെ ചിത്രാസനം, സെന്റർ, യുണൈറ്റഡ് നേഷൻസിന്റെ ആസ്ഥാനം, മുഴുവൻ റെയിൽ പാലങ്ങളും വെള്ളത്തിൽ മുങ്ങി. മനുഷ്യൻ ചലിച്ചില്ല. കഴിഞ്ഞ നവംബറിലെ കാര്യമായി പറയുന്നത്. ഈ കഴിഞ്ഞ നവംബറിൽ മനുഷ്യൻ ചലിച്ചില്ല. നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ നവംബറിൽ ഒരെണ്ണം അടിച്ചു. ബംഗാൾ ഉൾക്കടൽ. അതിന്റെ പേരാ നീലൻ. എന്തെല്ലാം സംഭവിച്ച ആർക്കും അറിയാൻ മേല. നമ്മുടെ അയൽ രാജ്യം മാൻമൂർ ഒരെണ്ണം അടിച്ചു. സാൻഡ്രി നർഗീസ്. 2 ലക്ഷം പേരെ കുറിച്ച് ഇന്നും ഒരു വിവരവുമില്ല. തീർന്നില്ല. 2011 മാർച്ച് ജപ്പാനിൽ ഒരു റേഡിയേഷൻ ഇതുമൂലം കൊടുങ്കാറ്റും ഭൂമി ഉൽക്കവും. ഒറ്റ ഭൂമി ഉൽക്കം. റിക്ടർ സ്കെയിലിൽ 9.5 അടിച്ചു. ഹുക്കുഷിമ. ഒറ്റ ഭൂമി ഉൽക്കം. അവരുടെ ആണവ നിലയത്തിന്റെ ആറ്റം സ്റ്റേഷന്റെ കോൺക്രീറ്റ് 6 ഇഞ്ച് കീറി. അതിനകത്ത് റേഡിയേഷൻ വെളി വന്നു. 6 ഇഞ്ചേ കീറിയുള്ള ഒരു ഭൂമി ഉൽക്കം. റേഡിയേഷൻ വെളി വന്നു. നിങ്ങൾക്കറിയാമോ, അവരുടെ ഔദ്യോഗിക ഭാഷ 1400, അനൗദ്യോഗിക ഭാഷ 14,000. ഡെഡ് ബോഡി റോഡിൽ കിടന്നു. സമ്പന്ന രാജ്യത്തിൽ 20 ദിവസം 15,000 ബോട്ടിൽ വെള്ളം ഇന്ത്യയാ കൊടുത്തത്. ജപ്പാൻ ടിവിയിൽ ഒരു പരസ്യം വിട്ടു. കർത്താവിന്റെ വൻകൃപ മലയാളി വായിച്ചില്ല. ജോലി അവർ പരസ്യം വിടാം. രാവിലെ ജോലിക്ക് ആളെ ആവശ്യമുണ്ട്. 8 മണിക്ക് എന്നാൽ വൈകിട്ട് വിടാം. ശമ്പളം കേൾക്കണോ? ഒരു ദിവസം 2.5 ലക്ഷം രൂപ. ഒറ്റ ദിവസം $5,000 1 ഡേ. 5 ദിവസം ജോലി ചെയ്താൽ 12.5 ലക്ഷം രൂപ. ടാക്സ് ഇല്ല. മലയാളി വായിച്ചില്ലെന്ന് ഞാൻ പറയാൻ പോകാൻ ഇടയായില്ല. എന്തിനാണെന്നറിയാവോ? റേഡിയേഷൻ 20 ദിവസമായി കിടക്കുന്ന ഡെഡ് ബോഡി വലിച്ചു മാറ്റാൻ ഒരെണ്ണം പോയില്ല. ഒരൊറ്റ ചെറിയൊരാറ്റം വികിരണം. ഒരൊറ്റ ഭൂമി ഉലുക്കം. ഇതെല്ലാം ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും കാണിക്കുന്ന ദൈവം. എന്തിനാണെന്നറിയാമോ? കർത്താവിന്റെ വരവെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പത്രക്കാരൻ വരും, പാലുകാരൻ വരും, ഇതിലെ മെട്രോ ഓടും, അതിലെ കാർ ഓടും. നത്തിങ്. സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കേട്ടോണം. കർത്താവ് താൻ ഗംഭീര നാദത്തോടെ സ്വർഗത്തിൽ നിറങ്ങും. വിശുദ്ധന്മാർ ക്രിസ്തുവിൽ മരിച്ചോർ ഉയർക്കും. 2, സാത്താന്റെ ഓഫീസ് ബുൾഡോസർ വെച്ച് തെറിപ്പിക്കും. മോളി ചോദിച്ചില്ലേ വിസ്കോസിറ്റി? അതാണ് സാത്താന്റെ ഓഫീസ്. ആകാശം, ഈ ആകാശം, അതിനപ്പുറത്ത് സ്പേസ്, ശൂന്യാകാശം. അത് ശൂന്യാകാശത്തിന് ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ വിസ്കോസിറ്റി, പ്രപഞ്ചം, ഇങ്ങനെ വിസ്താരമായിട്ട് കിടക്കുന്ന സ്ഥലം. ശൂന്യത, അതാണ് ശൂന്യത, അതാണ് പ്രപഞ്ചം. അവിടെ ഒരു ഓഫീസ് ഉണ്ട് എതിർ ക്രിസ്തുവിന്. അതാണ് ആകാശത്തിന്റെ അധികാരി. സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേന എന്നെല്ലാം പറഞ്ഞേ അവിടെ അവൻ ഓഫീസ്.
ആ ഓഫീസർ ഒറ്റ ബുൾഡോസർ കൊണ്ട് അടിച്ച് തെറിപ്പിക്കും. ആ ബുൾഡോസറിന്റെ പേരാ പ്രധാന ദൂതന്റെ ശബ്ദം. ഒറ്റയടി അത് ചെതറി ഭൂമിയിൽ. അടുത്തത് ദൈവത്തിന്റെ കാഹളം. ഞാൻ നിങ്ങൾ കേൾക്കും, ചെവിയിലല്ല കേൾക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആത്മാവിലുള്ള പരിശുദ്ധാത്മാവ് കേൾക്കും. ഒരൊറ്റ ചുഴലിക്കാറ്റ്. സയൻസ് പറയുന്നത് നിങ്ങൾ കേൾക്കുക. 1998 2600 വർഷം മുമ്പ് ബൈബിൾ പറയുന്നത് കൂടെ കേട്ടോണം. യെരമ്യാ പ്രവചനം 25 അധ്യായം എടുത്തു വെച്ചേക്കണം. ഞാൻ പറയുമ്പോഴേ വായിക്കാവുള്ളൂ. 1998 ശാസ്ത്രജ്ഞന്മാർ ഒരു കാര്യം കണ്ടുപിടിച്ചു. അവർ ലോകത്തെ അറിയിച്ചു, ഇതുപോലെ ചൂട് കൂടിയാൽ കടലിന്റെ മുകളിലെ ചൂട് വിതിൻ 24 hours 100 ഡിഗ്രി വരാം. ഇപ്പോൾ എത്രയെന്ന് അറിയാവോ? അനൌദ്യോഗിക കണക്ക് 70. അപ്പൊ ഇനി എത്രയോടെ വരണം? മതി. കടലിന്റെ മുകളിലെ ചൂട് 100 ഡിഗ്രി വന്നാൽ കടൽ തിളയ്ക്കും. കടൽ 3 ഭാഗമാ. സമയമുണ്ട് നമുക്ക് ചിന്തിക്കാം. ഈ കാണുന്നല്ല കടൽ 3 ഭാഗം. എപ്പിലിമ്യോൺ, പൈക്ലോക്ലൈൻ, ഹൈപ്പോലിമ്യോൺ. ഇതാ കടൽ. എപ്പിലിമ്യോൺ മേളിലത്തെ 300 മീറ്റർ, അവിടെ വരെ സൂര്യപ്രകാശം ചെല്ലത്തുള്ളൂ. പിന്നെ പൈക്ലോക്ലൈൻ, വെള്ളവുമല്ല പാടയുമല്ല, മറ്റൊരു ഡെൻസിറ്റി. അതാ പൈക്ലോക്ലൈൻ. അടിയിൽ ഡീപ് ബ്ലൂ സീ, ആഴക്കടൽ, ഹൈപ്പോലിമ്യോൺ. ഇതെന്തിനാണെന്നറിയാവോ? കടലിനടിയിൽ 10-200 ലൈവ് അഗ്നിപർവ്വതമുണ്ട്. ലൈവാ. കടലിനടിയിൽ 5 കിലോമീറ്റർ പോയ അഗ്നിപർവ്വതം 215 എണ്ണം ഉണ്ടെന്നാ കണക്ക്. അത് വെറുതെ വെച്ചിരിക്കുന്നുമല്ല, ദൈവം തമ്പുരാന്റെ പെരുന്നാളിന് വെടികെട്ടിന് വെച്ചിരിക്കുക. നമ്മുടെ ദൈവത്തിന് ഒരു പെരുന്നാളുണ്ട്. എപ്പോഴാണെന്നറിയാവോ? അന്ത്യനായ വിധിയില്ലാൻ കഴിഞ്ഞ് ആ വെടികെട്ടാണ്. ആ വെടികെട്ടോടെയാണ് ഇത് ഒന്നിച്ച് കത്തും, വെള്ളം ഒന്നിച്ച് വിഘടിക്കും, ഹൈഡ്രജനും ഓക്സിജനും വിഘടിക്കും, കത്തും, ഈ ഭൂമി കത്തും. അതാ തമ്പുരാന്റെ വെടികെട്ട്. അത് കഴിഞ്ഞ് രാത്രി കത്തിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി. ഇപ്പോൾ അത് പൊട്ടാതിരിക്കാൻ കടലിന്റെ അടിയിലെ പ്രഷർ കരയിലെ പ്രഷറിനേക്കാൾ 700 മടങ്ങുണ്ട്. ഞാനോ നിങ്ങളോ ഈ ശരീരവും കൊണ്ട് തടയിൽ പോയാൽ, സയൻസ് പറഞ്ഞ 5 സെക്കൻഡ് എന്റെ തോമസ് മാമൻ ഈ സ്റ്റേയിൽ പോയാൽ തോമസ് മാമന്റെ തലയുണ്ടല്ലോ പപ്പടം പൊടിഞ്ഞോലിരിക്കും. അത്ര പ്രഷറാ. എന്തിനാണെന്നറിയാവോ? സഹോദരിമാരി വിനാഗിരി കോർക്കിട്ട് അടച്ച പോലെ തമ്പുരാൻ കോർക്കിട്ട് വെച്ചിരിക്കുക അഗ്നിപർവ്വതം. എടാ നീ അവിടെ നിൽക്കാൻ. എന്നാൽ 100 ഡിഗ്രി ചൂട് വന്നാൽ കടലയും. സയൻസ് കണ്ടുപിടിച്ചതാ. എപ്പിലിമ്യോൺ, പൈക്ലോക്ലൈൻ, ഹൈപ്പോലിമ്യോൺ ഇത് മിക്സപ്പ് ആയാൽ ഈ അഗ്നിപർവ്വതം പലതും പൊട്ടും. അടുത്തത് കേട്ടോണം. സയൻസ് പറയുന്നു, ബൈബിൾ സയൻസിന്റെ മേളിൽ നിൽക്കുന്ന ദൈവങ്ങൾ കണ്ടോണം. അങ്ങനെ 100 ഡിഗ്രി ചൂട് വന്നാൽ കടലയഞ്ഞാൽ ശക്തമായ 2 ചുഴലിക്കാറ്റുണ്ടാകും. ഒന്ന് ഭൂമധ്യരേഖയിൽ നിന്നും കിഴക്കോട്ട്, മറ്റൊന്ന് ഭൂമധ്യരേഖയിൽ നിന്നും പടിഞ്ഞാട്ട്. അങ്ങനെ ചുഴലിക്കാറ്റുണ്ടാകുന്നവർ പറയുമ്പോൾ നമ്മുടെ തിരുവചനത്തിൽ ഇത് പണ്ടേ ഉണ്ടായിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 19 കാണാം. യഹോവയായ ദൈവം അന്ന് രാത്രി ശക്തമായ ഒരു ചുഴലിക്കാറ്റ് അടുപ്പിച്ചു, കടലിനെ മാറ്റി. സൈക്ലോണ. യഹോവയായ ദൈവം അന്ന് രാത്രി ശക്തമായ ഒരു ചുഴലിക്കാറ്റടിച്ചു, കടലിനെ വിഭജിച്ചു. ഇതുപോലെ സയൻസ് പറയുന്നു, ഈ ചുഴലിക്കാറ്റുണ്ടായാൽ അതിന് പേരിട്ട് കഴിഞ്ഞു, ഹൈപ്പൻഹെൻ, ഹരിഹെൻ. റീത്ത, കത്രീന, കുഞ്ഞമ്മ എന്നൊക്കെ പറഞ്ഞല്ലോ പേരിട്ട് കഴിഞ്ഞു. അടിച്ചാൽ അവർ പറയുന്നു കടല് കരയാകും, കര കടലാകും. ഇനി തിരുവചനം എന്ത് പറയുന്നു? വായിക്കുക. ഇതാ കർത്താവിന്റെ വരവേ. യെരമ്യാ പ്രവചനം 25 അധ്യായം 31 വാക്യം വായിക്കാം. ആരവം ഭൂമിയുടെ അറ്റത്തോട് കത്തുന്നു. നോക്കിക്കോണം, ഓരോ വാക്യം ശ്രദ്ധിച്ചോണം. ദൈവമക്കളോടല്ല, ജാതികളോടൊരു വ്യവഹാരമുണ്ട്. സകല ജഡത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിനെ ഏൽപ്പിക്കും. അടുത്ത വാക്യം 2600 വർഷം വെടിവെച്ചിട്ടുണ്ട് കർത്താവ്. അനർത്ഥം ദൈവമക്കൾക്കല്ല, ജാതിയിൽ നിന്നും ജാതിയിലേക്ക് വരുന്നു. അടുത്ത വാക്യം, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നും വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. അന്നാൾ യഹോവയുടെ നിഹിതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും. ആരും അവരെ കുറിച്ച് വിലപിക്കത്തില്ല. ശവമടക്കം നടക്കത്തില്ല.
ഇതിന്റെ പേര് റാപ്ചർ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരും. ആ കാഹളത്തിങ്കൽ ശക്തമായ ഒരു ചുഴലിക്കാറ്റടിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിൽക്കുന്ന അഭിഷേകമുള്ള എന്റെയും നിങ്ങളുടെ ശരീരം കണ്ണുമെക്കുന്നതിനിടെ രൂപാന്തരപ്പെടും. നമ്മുടെ വസ്ത്രങ്ങൾ മാത്രം ഇടും, വാച്ചും ചെരുപ്പും വസ്ത്രങ്ങളും എല്ലാം ഇവിടെ കിടക്കും. ബാക്കി നമ്മുടെ ശരീരം കണ്ണുമെക്കുന്നതിനിടെ രൂപാന്തരപ്പെട്ട് ഏലിയാവ് പോയതുപോലെ ആ ചുഴലിക്കാറ്റിൽ നമ്മൾ മുകളിലേക്ക് കണ്ണുമെക്കുന്നതിനിടെ നാം മുകളിലേക്ക് പോകും. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് കണ്ണുമെക്കുന്നതിനിടെ ഏലിയാവ് പോയതുപോലെ ആ ചുഴലിക്കാറ്റിൽ നാം പോകും. ഭൂമി സൂര്യൻ മാറിപ്പോകും. സക്കറിയ 14 കാണാം, ജ്യോതിർഗോളങ്ങൾ മാറും, ഇരുട്ട് പോലെ വരും, നാം രൂപാന്തരപ്പെടും. സെക്കൻഡുകൾക്കകം നമ്മിലുള്ള അഭിഷേകമാണ്, എന്നിലുള്ള അഭിഷേകമാണിത് കേൾക്കുന്നത്. എന്നിലുള്ള അഭിഷേകം നിങ്ങളൊന്ന് നോക്കിക്കേ. ജോലി ചെയ്യുന്നവരല്ലേ ഇവിടെ സഹോദരന്മാരിലും സഹോദരിമാരിലും പലരും രാവിലെ പോയവരല്ലേ? ഒരു ഉദാഹരണം കാണിക്കാനാ. ജോർജായം പോകുമ്പോ ഞാൻ കൂർക്കം വലിച്ചുറങ്ങുക, എന്റെ ഭാര്യയെ ഉറങ്ങുക, ഞങ്ങൾ അറിഞ്ഞുപോലുമില്ല പുള്ളി പോയത്. നിങ്ങൾ ഓരോരുത്തരും ജോലി കഴിഞ്ഞ് നിങ്ങൾ 2 മണിക്കോ 3 മണിക്കോ 3:30 വന്നു, വീട്ടിലൊന്ന് സങ്കല്പിച്ച് 4 മണിക്കോ വന്നു. പിന്നെന്താ? ഒരാവേശം, ഒരു ഇൻസ്പിറേഷൻ. ക്ലാസ്സിന് വരണം. ആരാ? നിങ്ങളല്ല, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ പേഴ്സണലാണ് നിങ്ങൾ വരത്തില്ല. ശരീരത്തിന് അസ്വസ്ഥമുള്ള സഹോദരിമാരില്ലേ? ജോലി ചെയ്ത് ക്ഷീണിച്ച സഹോദരന്മാരില്ലേ? വരാൻ സാധ്യത വളരെ പ്രശ്നങ്ങളുള്ളവരില്ലേ? എങ്ങനെ നിങ്ങളിവിടെ വന്നെന്നറിയാമോ? നിങ്ങൾ അതിലൂടെ വന്നതല്ല, ഇൻസ്പിറേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഒരു മീറ്റിങ്ങിന് ഈ ജോലിയും കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന നിങ്ങൾ, രാവിലെ 6 മണിക്കോ 7 മണിക്കോ പോയ നിങ്ങൾ, ക്ഷീണിച്ചു വന്ന നിങ്ങൾ, കറക്റ്റ് ടൈമിന് ഇവിടെ വരാൻ, ഈ ശരീരത്തിൽ വരാൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചെങ്കിൽ എന്റെ പ്രിയന്റെ വരവിൽ അതേ പരിശുദ്ധാത്മാവെ എന്റെ നിങ്ങളുടെ ശരീരത്തെ കണ്ണിവെക്കുന്നതിനിടയിൽ ബാക്കി ആ വിഷയം. ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കും? ഈ ഭൂമി ശവപ്പറമ്പിനേക്കാൾ കഷ്ടമാകും. റോഡിൽ കൂടി ഓടുന്ന, ലോകത്തിൽ ഓടുന്ന കോടിക്കണക്കിന് കാറും ലോറിയും ബസും ട്രക്കും. അമേരിക്കയിലെ 18 മീറ്റർ പൊങ്ങിയതുപോലെ കരിയില പോലെ പൊങ്ങും. ഞാൻ കരസിംഹ ഭാഷയുടെ വീട്ടിൽ താമസിച്ചപ്പോൾ 2 ദിവസം ഞാൻ ഒത്തിരി നേരം ഇരുന്ന് ഒരു കാര്യം അങ്ങ് ആസ്വദിച്ചു. അദ്ദേഹത്തിന്റെ ഞങ്ങൾക്ക് തന്ന റൂമിലെ ടേബിളിൽ ഞാൻ ഇങ്ങനെ പഠിക്കാനിരുന്നപ്പം അവിടെ ഒരു ഫോട്ടോഗ്രാഫ് ഇരിപ്പുണ്ട്, റാപ്ചർ. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലുണ്ട്. അവിടെ ഇതിനൊക്കെ കുറച്ചുകൂടെ വിചിത്രമായ രീതിയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് റാപ്ചർ. അതിനകത്ത് പ്ലെയിൻ പോകുന്ന റാപ്ചർ. പൈലറ്റ് രക്ഷിക്കപ്പെടാനോ മേലോട്ട് പോകുന്നു, ബാക്കിയുള്ളവങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുക. ദൈവമക്കളെ, കോടിക്കണക്കിന് കാറുകളും ലോറികളും ട്രക്കുകളും കരിയില പോലെ പൊങ്ങും. അടുത്ത നിങ്ങൾ കേട്ടോണം. ഈ പടുകൂറ്റൻ കെട്ടിടങ്ങൾ മുഴുവൻ കപ്പ പറിക്കുന്ന പോലെ പറിച്ചു മാറ്റിക്കൊണ്ട് വെക്കും. 200-300 അടി താഴോട്ട് കമ്പി ഇട്ട് കാണും, കോൺക്രീറ്റ് ഇട്ട്. പക്ഷെങ്കിൽ ഈ ശക്തമായ ചുഴലിക്കാറ്റ് അങ്ങോട്ട് അടിക്കും. ആ ചുഴലിക്കാറ്റിൽ ഇവനെ എല്ലാം കപ്പ പറിക്കുന്ന പോലെ പൊക്കിയെടുത്ത് മാറ്റിക്കൊണ്ട് വെക്കും. മനുഷ്യൻ വെച്ചിരിക്കുന്ന സാറ്റലൈറ്റ് മുഴുവൻ നിലം പൊത്തും. ഈ സാധനം അനങ്ങത്തില്ല. മുഴുവൻ വൈദ്യുതി ടവറുകളും താഴെ വരും. കെട്ടിടങ്ങൾ മുഴുവൻ തകരും. തീർന്നില്ല, അണക്കെട്ടുകൾ മുഴുവൻ പൊട്ടും. ഭൂമി ഉൽക്കം. നമ്മുടെ കേരളത്തിലെ മുല്ലപ്പെരിയാർ എന്നൊരു കൊച്ചണക്കെട്ട, ലോകത്തിലെ അണക്കെട്ടോട് സാമ്യപ്പെടുത്തിയ ഒന്നുമില്ല, കുഞ്ഞ. അത് പൊട്ടിയാലുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്, അപകടം, കഴിഞ്ഞ വർഷം. അത് കൊമ്മളിക്കപ്പുറത്ത് തേക്കടിയിൽ പൊട്ടിയാൽ 4-ാം പക്കം കൊച്ചിയിൽ MG റോഡിൽ 8 അടി വെള്ളം. സ്റ്റാറ്റിസ്റ്റിക്സാ. കൊമ്മളിയിലായി, തേക്കടിയിലാ മുല്ലപ്പെരിയാർ, പെരിയാർ. അവിടെ ഇത് പൊട്ടിയാൽ, മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ആ വെള്ളം വഴി, പെരിയാർ വഴി 4-ാം പക്കം എറണാകുളത്ത് വന്നാൽ MG റോഡിൽ 8 അടി വെള്ളം. അതിന് പറയുന്നത് ഒറ്റ പ്രൈവറ്റ് വണ്ടി ഇറക്കരുത്, സർക്കാരിന്റെ വണ്ടി കൊണ്ടുവന്ന് ആളുകളെ ഇറക്കിക്കോളാൻ. അപ്പൊ ഈ ലോകത്തിലെ പടുകൂറ്റൻ ആണവ നിലയങ്ങൾക്ക് വേണ്ടിയുള്ള അണക്കെട്ടും മറ്റതെല്ലാം ഒന്നിച്ചത് പൊട്ടും. സങ്കല്പിച്ചേ, ഫുക്കുഷിമായി സംഭവിച്ച പോലെ ആണവ നിലയങ്ങൾ പൊട്ടും. ആണവ നിലയങ്ങൾ പൊട്ടും. ബ്രഹ്മപുത്ര അല്ല തന്നെ തിരിഞ്ഞൊഴുകും. ഇയാണ്ട് ഇതിലെയാണ്, ആ ആണ്ടിൽ അതിലെ. ലോകത്തിലെ മുഴുവൻ നദികളും തിരിഞ്ഞൊഴുകും. സയൻസ് പറയുന്ന കടല് കരയാകും. കേരളത്തിന്റെ പകുതിയും കൊണ്ട് അറേബ്യൻ കടൽ പോകും. അറ്റ്ലാന്റിക് സമുദ്രം അമേരിക്കയുടെ പകുതി കൊണ്ട് അതിനും പോകും.
ഈ ലോകത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു ദുരന്തം ഉണ്ടാകും. 700 കോടി ജനം ഈ ഭൂമിയിലുണ്ട്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ഒരു മൈനോറിറ്റി മേലോട്ട് പോകും. ബാക്കി സൂര്യൻ ഇരുണ്ടുപോകും. ആർക്കും അറിയാൻ പറ്റില്ല എന്നാ സംഭവിച്ചു. കർത്താവെന്നൊന്നും ആരും പറയത്തില്ല. സൈക്ലോൺ അടിച്ചു, ചുഴലിക്കാറ്റടിച്ചതാന്ന് പറയും. കോടിക്കണക്കിന് ശവങ്ങൾ ഇവിടെ കിടക്കും. പ്ലെയിനുകൾ, ലക്ഷക്കണക്കിന് പ്ലെയിൻ ആകാശത്തിൽ പോകുന്നത് എവിടെയാലും ചെന്ന് കൂമ്പ് കുത്തി എയർപോർട്ട് കാണത്തില്ല. ട്രെയിൻ, ആളുകളെയും കൊണ്ട് ഓടുന്ന ട്രെയിൻ പറന്നു പൊങ്ങി തകരും. ട്രെയിൻ പാളങ്ങൾ എതിരെ പോകുമെന്ന് അറിയത്തില്ല. കെൻസാസിൽ സംഭവിച്ചത് ഒരിക്കൽ കൂടി ആവർത്തിക്കും. കടലിൽ പോകുന്ന കപ്പലുണ്ടല്ലോ, കരയ്ക്ക് കയറിയിരിക്കും ചുഴലിക്കാറ്റ്. കോടിക്കണക്കിന് ശവം ഈ ഭൂമിയിൽ കിടക്കും. കമ്മ്യൂണിക്കേഷൻ ഇല്ല. കോടിക്കണക്കിന് ആളുകൾ ചത്തു കിടക്കും. കോടിക്കണക്കിന് ആളുകൾ കൈയൊടിഞ്ഞ്, കാലൊടിഞ്ഞ്, തല ചൊതിഞ്ഞ് അയ്യോ അയ്യോ വെച്ച് കെട്ടിടത്തിന്റെയും പാലത്തിന്റെയും ടണലിന്റെയും ഫ്ലൈ ഓവറിന്റെ അടി കിടക്കും. 1989 ഒരു ചെറിയ ഭൂമി ഉലുക്കം അമേരിക്കയിലെ കാലിഫോർണിയയിലെ പടുകുറ്റിൽ ഫ്ലൈ ഓവർ അല്ല, കൊച്ചു പെൺകുട്ടികളുടെ വള ഒടിഞ്ഞതുപോലെ ഒടിഞ്ഞു പോയത്. അവർ നേരിട്ട് കണ്ട 10 വർഷം കൊണ്ട് ആ സമ്പന്നരാജ്യത് നന്നാക്കി എടുത്തത്. ഫ്ലൈ ഓവറല്ല, തിരിഞ്ഞുപോയി. ഒറ്റ ഭൂമി ഉൽക്കം. അതിന് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ മേലാത്ത രാത്രി. സങ്കല്പിച്ചേ, ഒന്ന് കണ്ട് രക്ഷയുടെ ഗുണമെന്ന് മനസ്സിലാക്കിക്കേ, രക്ഷിക്കപ്പെട്ടതിന്റെ ഗുണമെന്ന് മനസ്സിലാക്കിക്കേ, ഈ ക്ലാസ്സിന് വന്നതിന്റെ ഗുണമെന്ന് മനസ്സിലാക്കിക്കേ, കർത്താവിനെ ആരാധിക്കുന്നതിന്റെ ഗുണമെന്ന് മനസ്സിലാക്കിക്കേ. ഞാനും നിങ്ങളും ഉണ്ടല്ലോ തേജസ്സുള്ള ശരീരത്തിലൂടെ മേലോട്ട് പോകുമ്പോൾ ഈ ലോകത്തിലെ മിടുക്കന്മാർ സമമായി കിടക്കും. എന്റെ കർത്താവ് പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ മേലാത്ത രാത്രി. ഒരു ഉദ്യോഗസ്ഥനും ഒരു സേനാനായകനും ഒരു ബുദ്ധിജീവിക്കും ഒരു ശാസ്ത്രത്തിനും ചെയ്യാൻ മേലെ ഒന്നും. അവര് പറയും സൈക്ലോൺ അടിച്ചെല്ലാം തീർന്നു. അതിന്റെ നിഴലാ കർത്താവ് എല്ലാ രാജ്യങ്ങളിലും കാണിക്കുന്ന ഈ സൈക്ലോൺ. ബുദ്ധിയുള്ളവർ മനസ്സിലാക്കിക്കോളാൻ. അതിനെ നിയന്ത്രിക്കാൻ ലോകത്തിൽ ആർക്കും സാധിക്കത്തില്ല. അത് ദൈവത്തിന്റെ ഒരു പ്രതിഭാസമാ. അത് വെച്ചിരിക്കുന്നത് പക്ഷെങ്കിൽ വേറൊരു കാര്യത്തിനാ, തന്റെ പ്രിയപ്പെട്ടതിനെ മേലോട്ടെടുക്കാനാ. ഞാൻ നിങ്ങൾ മേലോട്ട് കണ്ണ് വയ്ക്കുന്നത് നമ്മളങ്ങ് പോയി, നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ടു. എന്തോ ഒരു സന്തോഷം ചിന്തിച്ചു നോക്കിക്കേ. ഈ ക്ഷീണതകളും ഭാരങ്ങളും വേദനകളും സാമ്പത്തിക പ്രയാസവും ജോലിയുടെ പ്രയാസവും മനസ്സിന്റെ പ്രയാസവും എല്ലാം അങ്ങോട്ട് വിട്ടിട്ട് നമ്മൾ നല്ല തേജസ്സോടെ, അതിന്റെ രസം അറിയാവോ, എന്റെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ തേജസ്സോടെ നമ്മളോടൊപ്പം. ഒരമ്മ ഒരു കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ നിർത്തി, ആ കുഞ്ഞ് അമ്മയെ പോലെ തേജസ്സോടെ, അല്ലാതെ ആ പാൽക്കുപ്പിയും പിടിച്ചോണ്ടല്ല മേലോട്ട് വരുന്നത്. ഹല്ലേലൂയ! അവരെല്ലാവരും രൂപാന്തരപ്പെടും. ഈ ഭൂമി ഒരു ദുരന്ത ഭൂമി. കർത്താവ് പറഞ്ഞു, ലോകാരംഭം മുതൽ ഇതുവരെ ഉണ്ടാകാത്ത കഷ്ടം. യോഹന്നാൻ 9:4 ആർക്കും പ്രവർത്തിച്ചു കൂടാൻ മേലാത്ത രാത്രി. ഒരു ഭരണകർത്താവിനും ഒരു സയൻസിനും അവരൊക്കെ ചത്തൊടുങ്ങും. കമ്മ്യൂണിക്കേഷൻ ഇല്ല, എല്ലാം താഴെ വരും. കർത്താവ് വന്നാൽ അത് അറിയത്തില്ല. അവര് പറയും സൈക്ലോൺ അടിച്ചതാ. പക്ഷെ സംഭവം എന്നതാ, നമ്മുടെ പ്രിയം വന്നു, നമ്മളെ ചേർത്തു, നമ്മുടെ തേജസ്സോടെ പോകും. ആദ്യം നമുക്ക് തേജസ്സിന്റെ ഒരു ശരീരം, അതാണ് ദുരന്ത ഭൂമി. തുടർന്ന് നോക്കുക, നാളെ കഴിഞ്ഞ് ചിന്തിക്കാൻ ബാക്കി. അന്നേരമാണ് ഒരുവൻ വരുന്നു പിടിക്കാൻ. ലോകത്തിന്റെ പ്രഭു വരുന്നു, എനിക്ക് അവനോടൊരു കാര്യവുമില്ല. ദൈവമക്കളെ, ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ. ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. എന്റെ ഈ പ്രഭാഷണം കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവർ ഇവിടെ ഉണ്ട് എങ്കിൽ, കൃപ പ്രാപിച്ച് പൂർണ്ണതയില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ
നിങ്ങളുടെ ഒരു കൊച്ചു സഹോദരൻ എന്ന രീതിയിൽ കാല് പിടിച്ച് ഞാൻ പറയാം, എന്റെ പൊന്നു സഹോദര സഹോദരി, ആർക്കും നിങ്ങളെ അത് രക്ഷിക്കാൻ സാധിക്കത്തില്ല. ധനത്തിനോ വിദ്യാഭ്യാസത്തിനോ മതത്തിനോ സഭയ്ക്കോ നേതൃത്വത്തിനോ രക്ഷിക്കാൻ സാധിക്കത്തില്ല. പിന്നീട് ഒരു അവസരവുമില്ല. ഈ ഭൂമിയിൽ നിന്നും പരിശുദ്ധാത്മാ പൂർണ്ണമായിട്ട് പോകും. ഇന്ന് രാത്രി പറയട്ടെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, കഷ്ടതയോ പ്രയാസമോ രോഗമുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. അല്പകാലം മാത്രം പ്ലെയിൻ മേളി വന്നു, കൊണ്ടുപോകാനുള്ള പ്ലെയിൻ മേളി വന്നു. രക്ഷയുടെ ബോർഡിംഗ് പാസ് കയ്യിലുണ്ട്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനായി പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശെ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ